കുറച്ച് ദിവസങ്ങളായി കുറച്ച് കഷ്ടപ്പെടുക. എന്ന് വെച്ചാൽ മാനസിക ബുദ്ധിമുട്ട് നമ്മൾ അനുഭവിച്ച് അതേ എല്ലാ മാസവും നമ്മളിങ്ങനെ എനിക്ക് 2 ആക്സിലയിൽ 2 ലമ്പുണ്ട്, പിന്നെ വയറ്റിൽ ഒരു മുഴയുണ്ട്. അപ്പോൾ ഞാൻ ഒരു സിംഗിളായിട്ട് താമസിക്കുന്ന സിംഗിൾ മദറാണ്, കുട്ടിയുമുണ്ട്. അപ്പോൾ എൻ്റെ ഈ 15 വർഷത്തെ ഒറ്റയ്ക്കുള്ള ജീവിതം, 30 വയസ്സ് കല്യാണം കഴിച്ചു, അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ അതെൻ്റെ കുട്ടിയുടെ ഫ്യൂച്ചറിനെ ബാധിക്കും എന്നുള്ളത് കൊണ്ടും ഇപ്പോഴത്തെ അന്നം മുറ്റും എന്നുള്ളത് കൊണ്ടും ഞാൻ പറയുന്നില്ല. അന്നം കഴിച്ച് എൻ്റെ ഉത്തരവാദിത്വം, മറ്റുള്ളവരുടെ ഉത്തരവാദിത്വം എന്തോ ആയിക്കോട്ടെ, പക്ഷേ എൻ്റെ ഉത്തരവാദിത്വം ഞാൻ മറക്കാൻ പാടില്ല. എൻ്റെ കയ്യിലൊരു കുഞ്ഞിനെ ദൈവം ഏൽപ്പിച്ചിട്ടുണ്ട്. അത് ഏത് വഴിക്കൂടെയെങ്കിലും അതിനെ വളർത്തി വേദനിപ്പിക്കാതെ മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ് എൻ്റെ ധർമ്മം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ എൻ്റെ ഓപ്പോസിറ്റ് സൈഡിലുള്ള ആളുടെ ഫ്യൂച്ചർ, നിങ്ങൾ സ്ത്രീകളെ ഏറ്റവും കൂടുതൽ എൻ്റെ ഒരു 15 വർഷത്തെ അനുഭവത്തിൽ നിന്ന് എൻ്റെ ഫോൺ കോൾസ് റെക്കോർഡ് കുറച്ച് നാൾ വരെ ഉണ്ടായിരുന്നു, ഇപ്പോൾ ഇല്ല. അത് ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ നിങ്ങളെ കേൾപ്പിച്ച് തരാമായിരുന്നു. നിങ്ങൾ ആ കോള് കേട്ട് അപ്പോൾ സൂയിസൈഡ് ചെയ്യും. നിങ്ങളുടെ ഹൃദയം, എൻ്റെ ഈ ബോഡി ഒന്ന് കീറിയിട്ട് അകത്തോട്ട് നോക്കി എൻ്റെ ഇന്നർ ഓർഗൻസ് എല്ലാം ദ്രവിച്ചിരിക്കുകയായിരിക്കും. പക്ഷേ ഞാൻ അധികം കോൺഫിഡൻ്റായിട്ട് അഭിനയിച്ച് ശക്തി നേടി പിടിച്ചു നിൽക്കുന്നത്. ബിക്കോസ് എനിക്ക് ആത്മഹത്യ ചെയ്ത് എൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ നിൽക്കുന്ന ആളെ ജയിലിലാക്കാനും, എൻ്റെ കുട്ടിയെ ട്രെയിൻ കയറിയോ പിന്നെ വിഷം കഴിച്ചോ തൂങ്ങി മരണം, ഒരു ഉറുമ്പ് പോലും എൻ്റെ കുട്ടിയെ ഞാനല്ലാതെ വേറൊരാൾ ഉപദ്രവിക്കുന്നതും ഞാൻ ശിക്ഷിക്കും എന്നതും എന്നെക്കൊണ്ട് താങ്ങാൻ പറ്റാത്തത് കൊണ്ടാണ് ഒരു സെക്കൻഡ് ലൈഫ്. ഒത്തിരി പേര് വന്നു, അവരുടെ എല്ലാ ആവശ്യം കുട്ടിയെ ബോർഡിങ്ങിലാക്കുകയാണെന്ന്. എന്നെക്കൊണ്ടത് പറ്റത്തില്ല, അതുകൊണ്ട് ഞാൻ അങ്ങടേക്ക് പോയതുമില്ല. അപ്പോൾ ഈ മദ്യപിച്ച് നിൽക്കുന്ന ഒരാൾ നമ്മളോട് മരിക്കാൻ പറഞ്ഞാൽ നമ്മളെന്തിനാ മരിക്കണം? അവൻ്റെ ഉള്ളിൽ കിടക്കുന്ന മദ്യമാണ്. നിങ്ങൾക്ക് തിരിച്ച് പ്രതികരിച്ചേ പറ്റുള്ളൂ എന്നാണെങ്കിൽ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ 100 മീറ്റർ മാറി നിൽക്കണം. നിങ്ങളുടെ അപ്പനും അമ്മയും നിങ്ങളുടെ കുടുംബക്കാരെയും ചീത്ത വിളിക്കുകയാണ്, നിങ്ങൾ ഗാന്ധിയൻ ആദർശങ്ങളിലൂടെ പോവുകയാണെന്നുണ്ടെങ്കിൽ മിണ്ടാതെ നിൽക്കാനായിരിക്കും ഞാൻ ഏറ്റവും കൂടുതൽ ഉപദേശം നൽകുന്നത്. ഈ വെള്ളം ഇറങ്ങിക്കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് സംസാരിക്കാം. അല്ല, നിങ്ങൾക്ക് സംസാരിച്ചേ പറ്റുള്ളൂ. ഞാൻ അഡോപ്റ്റ് ചെയ്തൊരു രീതി പറഞ്ഞുതരാം. ഒരു 100 മീറ്റർ മാറി അകന്ന് നിൽക്കുക, മുണ്ടി തലപ്പ് പൊക്കി പിടിക്കുക, സാരി ആയാലും ചുരിദാറായാലും ഓടാൻ. എന്നിട്ട് അവൻ്റെ അപ്പനെയും അമ്മയും വീട്ടുകാരെയും എൻ്റെ അപ്പനെ പറഞ്ഞാൽ ഞാൻ തിരിച്ചു പറയും. ഞാൻ ഗാന്ധിയൻ ആദർശങ്ങളെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്, സ്നേഹിക്കുന്ന ഒരാളാണ്. പക്ഷേ എൻ്റെ അപ്പനെയും അമ്മയും പറഞ്ഞാൽ ഞാൻ തിരിച്ചു അവൻ്റെ അപ്പനും അമ്മയ്ക്കും ഞാൻ പറഞ്ഞേക്കും. അത് ഉറപ്പാണ്, പറഞ്ഞിട്ടുമുണ്ട്. അങ്ങനെ പറയാൻ പാടില്ല. ഈ കേരളത്തിലൊരു സിസ്റ്റം അനുസരിച്ച് കല്യാണം കഴിച്ച് 1 മാസം വരെ അമ്മായി അച്ഛന്മാർ ദൈവങ്ങളെ പോലെയാണ്. 1 മാസം വരെ. അത് കഴിയുമ്പോൾ പിന്നെ ശശിയായി, ചന്ദ്രനായി ഒക്കെയായി. അതാണ് രീതി. അപ്പോൾ ഈ കുടിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരാളെ എന്നോട് പലരും ആത്മഹത്യക്ക് പറഞ്ഞിട്ടുണ്ട്. പല വീടുകളിലും ഞാൻ എൻ്റെ കുഞ്ഞിനെയും കൊണ്ട് അവിടുത്തെ ഗസ്റ്റ് പോകാൻ പുറത്ത് കാവൽ നിന്നിട്ടുണ്ട്. പക്ഷേ അങ്ങനെയൊക്കെ ചെയ്തെങ്കിലും നിങ്ങളൊന്ന് ഓർക്കുക, നമ്മൾക്ക് ക്രിസ്തുവിനെയും കൃഷ്ണനെയും അള്ളാഹുവിനെയും കാണിച്ചു തന്നത് വെറുതെ അല്ല. അവരുടെ ജീവിത രീതി നമ്മൾ അഡോപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ദുഃഖങ്ങളും ദുരിതങ്ങളും വരും. ഞാൻ ഏറ്റവും പ്രയാസപ്പെട്ടിട്ടിരുന്നത്, ഞാൻ ഒരുപാട് കല്യാണങ്ങൾ നടത്തി കൊടുത്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ ജീവിക്കാൻ നിവൃത്തിയില്ലാത്തവർക്ക്, ഉള്ളവർക്കല്ല. അപ്പോൾ ഇവരെല്ലാം തന്നെ എൻ്റെ ബന്ധുക്കളുണ്ട്, അല്ലാത്തവരൊക്കെ ഉണ്ട്. എന്നോട് വളരെ മോശമായി ഹീനമായ രീതിയിൽ പിന്നെ പെരുമാറുമ്പോൾ അയ്യോ ഇതെൻ്റെ ബന്ധുവല്ലേ, ഇവരെന്താ എന്നോട് ഇങ്ങനെ പെരുമാറിയെന്ന് ചിന്തിക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത്, കൃഷ്ണനെ കൊല്ലാൻ ഉത്തരവിട്ടതാരാ? കംസന. ഇത്രയും വലിയൊരു ദൈവം അങ്ങോട്ട് കഷ്ടപ്പെട്ട് എന്തെല്ലാം കഷ്ടപ്പെട്ടു. അങ്ങോട്ട് ഇനി അടുത്ത് ഞാൻ ഏറ്റവും വേദനിച്ചൊരു കാര്യമാണ്, ഞാൻ കുഞ്ഞിലെ എൻ്റെ അമ്മയിൽ നിന്ന് അകറ്റപ്പെട്ടു. അമ്മയെക്കുറിച്ച് നല്ലതൊന്നും എനിക്കാരും പറഞ്ഞു തന്നിട്ടില്ല. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും എനിക്ക് അമ്മ എന്ന കൺസെപ്റ്റ് കുറച്ച് നാളുകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ തമ്മിലുള്ള ഇൻട്രാക്ഷൻസ്, അപ്പോൾ അതിൽ ഞാൻ ഒത്തിരി വേദനിച്ചിരുന്നു. മറ്റുള്ള അമ്മമാർ മക്കളെ സ്നേഹിക്കുമ്പോഴൊക്കെ 50 വയസ്സിലും ഇപ്പോഴും അമ്മയും മകനും തമ്മിൽ ഡീപ്പ് സ്നേഹം, അതൊക്കെ കാണുമ്പോൾ എനിക്ക് അസൂയ തോന്നിയിട്ടുണ്ട്. അപ്പോൾ
എന്നെ ഞാനപ്പോൾ കൃഷ്ണനെ ഓർക്കും, ആ വിഷമം മറികടക്കാൻ. ഒരു കുട്ടിയോട് ചെയ്യാവുന്ന ഏറ്റവും വലിയ ദ്രോഹമാണ് അവനെ അമ്മയിൽ നിന്ന് അകറ്റുക എന്നുള്ളത്. അത് കൃഷ്ണനെ അകറ്റിയില്ലേ? കൃഷ്ണന് വേണമെങ്കിൽ ഇതൊക്കെ മറികടക്കാനുള്ള ശക്തിയില്ലേ? എന്തുകൊണ്ട് മറികടന്നില്ല? ജീവിതം ഇങ്ങനെയാണ്, പലപ്പോഴും നമ്മൾ കരയാറുണ്ട്, ബുദ്ധിമുട്ടുകളുണ്ട്. ഈ കുട്ടി ഇപ്പം കടന്നുപോയ, ഈ അമ്മയും 2 മക്കളും കടന്നുപോയ ആ വഴി എല്ലാ മാസവും 1-ാം തീയതി മുതൽ 10-ാം തീയതി വരെ അനുഭവിക്കുന്ന ഒരാളാണ്. പൈസ കൊടുക്കാനുള്ളവർ വിളിക്കുമ്പോൾ എന്തോ ചെയ്യുന്ന, ഇപ്പോൾ ആത്മഹത്യ ചെയ്യേണ്ടി വരും. അപ്പോൾ ആ പേടി എനിക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ട് ഒരു 6-7 ദിവസം ഞാൻ കളിച്ചു ചിരിച്ചുവെങ്കിലും ഇതിനു മുമ്പ് ചാടുന്നതിന് മുമ്പുള്ള ഭീകര അവസ്ഥ അത് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. പലവട്ടം ട്രൈ ചെയ്തിട്ടുണ്ട്, പക്ഷെ വേദന കൊണ്ട് മാത്രം വേദന നമുക്ക് പറ്റത്തില്ലല്ലോ, അതുകൊണ്ട് പിന്മാറിയതാണ്. ചിലർ ആത്മഹത്യ ചെയ്യാൻ പേടിച്ചിട്ട് ജീവിച്ചിരിക്കുന്നു, ചിലർ ജീവിക്കാൻ മടിച്ചിട്ട് ആത്മഹത്യ ചെയ്യുന്നു. അപ്പോൾ ഈ കുടിയന്മാർ പറഞ്ഞതെന്ന് വെച്ചാൽ കേരളത്തിലെ സ്ത്രീകളാരും ആത്മഹത്യ ചെയ്യുക, 100 മീറ്റർ നേരം മാറി എന്ന് 10 തെറി കൊടുത്തിട്ട് അവനവൻ്റെ പാടം നോക്കി പോവുക. പിറ്റേ ദിവസം ഈ ആണുങ്ങൾക്ക് നിങ്ങൾ ശ്രദ്ധിച്ചാൽ അവർ ഒരു പറഞ്ഞാൽ എന്തോ പറയുന്നേ, അവരുടെ ദേഷ്യം അത് നമ്മളെ ഉള്ളൂ അത് സഹിക്കാൻ. ഞാൻ ഒരുപാട് ദുരിതങ്ങൾ അനുഭവിച്ചു, ഒരുപാട് ദുരിതങ്ങൾ, അത് പറയാൻ പറ്റത്തില്ല എനിക്ക്. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയത്, ഈ ആണുങ്ങൾക്ക് അവരുടെ ദേഷ്യം പ്രകടിപ്പിക്കാൻ ഉള്ളതാരാ? നമ്മളാണ്, അവരുടെ ഭാര്യ, നമ്മളാണ്. അപ്പം അവരത് പ്രകടിപ്പിക്കും, പിറ്റേ ദിവസം അവരങ്ങ് മറന്നുപോകും. നമ്മൾ ആ രീതിയിലെടുത്താൽ നമുക്കൊരു പക്ഷേ ഇന്ന് വെള്ളം ഒടിച്ചിട്ട് മരിക്കാൻ പറയുന്നവൻ നാളെ ചിലപ്പോൾ നമ്മളെ കെട്ടിപ്പിടിച്ച് ഉമ്മ തരും. അപ്പോൾ ഇന്ന് ഈ വെള്ളം ഒടിച്ചിട്ട് മരിക്കാൻ പറയുമ്പോൾ മരിക്കരുത്. കുട്ടികളെ നമ്മൾ വളർത്തിയെടുക്കണം, അതാണ് നമ്മുടെ ഇത്. ഇനി എന്തുകൊണ്ടാണ് ഈ സ്ത്രീകൾ ആത്മഹത്യ ചെയ്യുന്നത്? ആത്മഹത്യക്ക് പിന്നിൽ ഒരു കടുത്ത മാനസിക റീസണുണ്ട്. അത് നമ്മൾ പറയുന്നതല്ല, സൈക്കോളജിസ്റ്റുകൾ പറയും എന്തുകൊണ്ടാണ് മനുഷ്യർ ആത്മഹത്യ ചെയ്യുന്നതെന്ന്. അപ്പോൾ ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയത്, ആരോ എന്നോട് പറഞ്ഞു, കടം കൊണ്ട് മുങ്ങി ബുദ്ധിമുട്ടി ആത്മഹത്യ ചെയ്യാറായപ്പോൾ എന്നിൽ കുറച്ച് കഴിവുകളുണ്ട്, കുറച്ച് അത് ഞാൻ മറന്നുപോയി കുറച്ച് നാളത്തേക്ക്. ഇറ്റ് ഈസ് നോട്ട് എ സീരിയസ് ഡിസ്കഷൻ ഓർ ഇറ്റ് ഈസ് നോട്ട് എ തീം ബേസ്ഡ് വീഡിയോ, ഒന്നുമല്ല. ഒരു സാധാരണ വീട്ടമ്മ തനിക്കുണ്ടായ അനുഭവങ്ങൾ ഷെയർ ചെയ്യുന്നു മാത്രം കരുതിയാൽ മതി. അപ്പോൾ ഈ പറയുന്നത് ആത്മഹത്യ, 2 സീരിയൽ ആക്ട്രസ്, ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് എന്നെ ഒരുപാട് പേര് കളിയാക്കി കേട്ടോ. എനിക്ക് ഈ സബ്സ്ക്രൈബേഴ്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ടും എനിക്ക് പിന്നെ ആകെ ഉള്ളത് പൊട്ടിയ മൊബൈൽ മാത്രമാണ്. ഇപ്പോൾ എൻ്റെ കയ്യിരിക്കുന്ന മൊബൈൽ ആറ്റുകാൽ അമ്പലത്തിൽ മറ്റേ പാട്ട്, ഈ ഒരുപാട് കഷ്ടപ്പെടുന്ന സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് എനിക്ക്, ആകെ 900 ഉള്ളൂ എങ്കിലും. അപ്പോൾ അവർക്ക് നിങ്ങളത് കാണണേ, ഈ ആറ്റുകാൽ അമ്മ ഭയങ്കര ശക്തിയുള്ളതാണ് കേട്ടോ. അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞുതരാം, എനിക്കുണ്ടായ അനുഭവങ്ങൾ. അപ്പോൾ ഈ അമ്പലത്തിലെ ഉത്സവം കഴിയുന്നതിൻ്റെ അന്നൊരു പൊസഷനുണ്ട്, ഘോഷയാത്ര, ഭയങ്കരമാണ്. 10,000 കുട്ടികൾ കുത്തിയോട്ടം, അതിൻ്റെ കൂടെ പ്രത്യേക ഘോഷയാത്രയൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് രാവിലെ 6 മണിക്ക് പൂപ്പടയുണ്ട്. ഇത് കാണുന്നത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഐശ്വര്യം കൊണ്ടുവരും. ഞാൻ വളരെ മോശം ഒരു വീട്ടിൽ, കുറച്ച് ദുരിതങ്ങളുള്ളൊരു വീട്ടിൽ താമസിക്കുമായിരുന്നു. അപ്പോൾ കഴിഞ്ഞ വർഷം ഈ പൂപ്പട കണ്ടപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു, ഒരു രാത്രി 7-8 പ്രാവശ്യം ചൂട് കൊണ്ട് കുളിക്കേണ്ടി വരും. എണീറ്റിരുന്ന് ഉറക്കമില്ലാതായപ്പോൾ എനിക്കൊരു നല്ല ഒരു സ്ഥലം ഇപ്രാവശ്യം എങ്ങനെയോ കിട്ടി കേട്ടോ. നിങ്ങൾ പ്രാർത്ഥിച്ചു. അതുകൊണ്ട് ഈ ലൈവ് ഇട്ട എൻ്റെ വീഡിയോസ് ഉണ്ട്, ഒന്ന് പോയി കാണണേ. ആ പൂപ്പട കണ്ടാൽ ഞാൻ ഉറപ്പ് പറയുന്നു, നിങ്ങൾ ഏത് ദുഃഖത്തിലാണോ അത് മറികടക്കാൻ അമ്മ നിങ്ങളെ സഹായിക്കും. വിശ്വാസം വേണം, അത്രയേ ഉള്ളൂ. അപ്പോൾ ഞാൻ പറയാൻ വന്നത്, ഈ ആൽക്കഹോളാണ് സംസാരിക്കുന്നത്. അത് മാറ്റാൻ കഴിയുന്നത് ശ്രമിക്കുക. നിങ്ങളുടെ അമ്മായിയമ്മയുടെ സപ്പോർട്ട് നിങ്ങൾക്കുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ആളെ മാറ്റിയെടുക്കാൻ പറ്റുമോ എന്ന് നോക്കുക, അല്ലെങ്കിൽ ഓടിത്തള്ളിയിട്ട് എവിടെയെങ്കിലും പോയി നിന്ന് ഈ കുഞ്ഞിനെ വളർത്തുക. കാരണം ഇവരുടെ മുമ്പിലേക്ക് നമ്മൾ നിന്നു കൊടുത്താൽ ഇവർ നമ്മളെ, ഈ ആൽക്കഹോളും തമ്പാക്കും ഒക്കെ പീക്കാവുന്ന സമയത്ത് ഇവർ നമ്മളെ കൊല്ലും. ഈ മനുഷ്യൻ ദുഷ്ടനായിട്ടല്ല, ഇയാൾ അതിൻ്റെ അഡിക്ഷനിലാണ്. ഇയാൾ ദുഷ്ടനല്ല, ഏത് ദുഷ്ടനും ദയ അർഹിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിവരുടെ മുമ്പിലേക്ക് നമ്മളെ ഇട്ടുകൊടുത്താൽ ഇവർ നമ്മളെ തല്ലിക്കൊല്ലുമോ, നമ്മൾ ആത്മഹത്യ ചെയ്യും. ഈ കുട്ടി, ഇപ്പം മരിച്ച കുട്ടിയുടെ വീട്, ആ നോബിയുടെ വീട് എന്തു നല്ല സൗകര്യങ്ങളുള്ള വീടാണ്, എന്തു നല്ല. ഇപ്പം
എന്ത് നന്നായിട്ട് എനിക്ക് വീട് കണ്ടപ്പോൾ കൊതിയായി, അതിനകത്ത് ജീവിക്കാൻ സമ്മതിക്കുന്നില്ലല്ലോ എന്നുള്ളത് മനസ്സിലായോ. ഇനി അപ്പോൾ ഓടിത്തള്ളിയിട്ട് വേറൊരു ഭാഗത്ത് ചെന്ന് ഈ കുഞ്ഞിനെ വളർത്തിയിട്ട് അയാളെ ആ വഴി നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെയുള്ള ചീത്ത വിളികൾ ഫോണിലൂടെയാണ്. പറ്റുമെങ്കിൽ തിരിച്ച് 10 അങ്ങോട്ട് കൊടുക്കുക, പിറ്റേ ദിവസം അങ്ങ് മറക്കും. അടുത്ത് നിന്ന് ചീത്ത വിളിക്കരുത്. അടുത്ത് നിൽക്കണമെങ്കിൽ നിങ്ങൾ സാരിത്തലപ്പോൾ പൊക്കി ഓടാൻ തയ്യാറായിട്ട് അപ്പനും അമ്മയ്ക്കും നമ്മളെ പറഞ്ഞ് നമുക്കും തിരിച്ചു പറയാം. ഇതിനകത്തൊന്നും പറ്റത്തില്ലെന്നേ. എന്നോട് പല സ്ത്രീകളും വളരെ ഉന്നത നിലവാരത്തിലിരിക്കുന്ന സ്ത്രീകൾ പറഞ്ഞു തന്നിട്ടുണ്ട് പ്രതികരിക്കരുതെന്ന്. വളരെ ശക്തമായി ഞാൻ പറയുന്നു, പ്രതികരിച്ചത് കൊണ്ട് മാത്രമാണ് എൻ്റെ ജീവൻ ഇന്ന് നിലനിൽക്കുന്നത്. ഞാൻ നിങ്ങളുടെ മുമ്പ് ഇങ്ങനെ ഇരിക്കുന്നത്. ഞാൻ കടന്നു വന്ന വഴികൾ ഈ സംസാരിക്കുന്ന ഞാനല്ല. എൻ്റെ നെടുകെ പിളർന്നിട്ട് എൻ്റെ ഇന്നർ ഓർഗൻസ് നോക്കിക്കഴിഞ്ഞാൽ നിറയെ ചിലപ്പം ക്യാൻസർ ആയിരിക്കും. ഇത് മാറ്റാൻ പല സ്ത്രീരത്നങ്ങളുടെയും പുരുഷരത്നങ്ങളുടെയും മുമ്പ് പോയി ഞാൻ യാചിച്ചിട്ടുണ്ട്. ഒരു 3.5 ലക്ഷം രൂപ എൻ്റെ കടം വീട്ടിയാൽ അപ്പോൾ പിന്നെ ഈ ക്യാൻസറിനെക്കാളും പാടാണ് ഈ കടക്കാരുടെ ചീത്തവിളി. അത് മാറ്റിയിട്ട് എൻ്റെ ആഗ്രഹം ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ. ആ കടം വീട്ടിയിട്ട് എനിക്ക് RCC പോയി ബാക്കി ട്രീറ്റ്മെൻറ്റ് ചെയ്ത് മനോഹരമായി മരിക്കുക. മനുഷ്യരോട് പറഞ്ഞു, നടക്കില്ല എന്ന് എനിക്ക് മനസ്സിലായി. ഈ 3.5 ലക്ഷം രൂപയുടെ കടം തീർത്ത് എൻ്റെ ക്യാൻസർ ട്രീറ്റ്മെൻറ്റ് തീർത്താലേ എനിക്ക് ട്രീറ്റ്മെൻറ്റ് സമാധാനമായിട്ട് എടുക്കാൻ പറ്റും. നമ്മൾ പല സ്ഥലത്തുനിന്നും പലരെ ഇങ്ങനെ ഉപദ്രവിച്ചുകൊണ്ടിരുന്നാൽ നമ്മുടെ ട്രീറ്റ്മെൻറ്റ് ബെനിഫിഷ്യലായിട്ട് വരത്തില്ല. നമ്മളെപ്പോഴും ഒരു പീസ്ഫുൾ മൈൻഡിലായാൽ മാത്രമേ നമ്മളെ ട്രീറ്റ്മെൻറ്റ് ബെനിഫിഷ്യലായിട്ട് വരത്തുള്ളൂ. സോ ഞാനത് സ്റ്റോപ്പ് ചെയ്ത് എനിക്ക് സമാധാനമായി മരിക്കാൻ പറ്റില്ല. കാരണം നമ്മളാരും സഹായിക്കില്ല. ആൻഡ് എല്ലാ സ്ത്രീകളും ഓർത്തിരിക്കേണ്ടത്, നിങ്ങളെ ഏറ്റവും കൂടുതൽ ദ്രോഹിക്കുന്നത് തിരിച്ചു വരുമ്പോൾ നിങ്ങളൊരു കല്യാണം കഴിഞ്ഞ് പോയിട്ട് തിരിച്ചു വരുമ്പോൾ നിങ്ങളുടെ വീട്ടുകാർ തന്നെ ആയിരിക്കും. അതുകൊണ്ട് എനിക്ക് തരാവുന്ന ഒരു ഉപദേശം ഞാൻ ചെയ്തത്, ആദ്യം ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുക കല്യാണത്തിന് മുമ്പ്, ടു സേവ്. എന്തെങ്കിലും അസുഖം വന്നാൽ പറ്റുമെങ്കിൽ 2 പേർക്ക് കിടക്കാൻ പറ്റുന്ന, അമ്മയ്ക്കും മകനും കിടക്കാൻ പറ്റുന്ന ഒരു വീട് പണിഞ്ഞു വെക്കുക. അപ്പോഴേക്കും നിങ്ങളുടെ ശരീരം പൂർണ്ണമായിട്ടൊരു ബേബിയെ റിസീവ് ചെയ്യാനൊക്കെ തയ്യാറായി കഴിഞ്ഞിരിക്കും. കാര്യങ്ങൾ സംസാരിക്കുക, കല്യാണം കഴിക്കുക. ഇനി എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഓടിത്തള്ളുക, തിരിച്ചു വരിക, സുഖമായി ജീവിക്കുക. അവിടെ നിന്ന് അയാളെ കൊലയാളിയാക്കി നമ്മൾ കുറച്ച് കോമൺ സെൻസ് ഉണ്ടെങ്കിൽ ഇതൊക്കെ മനസ്സിലാകും. ഞാൻ എൻ്റെ വീട്ടിലെ പ്രശ്നങ്ങൾക്ക് വന്നപ്പോൾ എൻ്റെ ബന്ധുക്കൾ എന്നോട് ചോദിച്ചത്, നിന്നെ കൊന്നെങ്കിൽ കൊല്ലട്ടെ, നീ എന്താ അവിടെ നിന്നൂടെ? ഞാൻ ചത്താൽ എൻ്റെ കൊച്ചിനല്ലേ അമ്മയില്ലാതാകുന്നത്, അതിൻ്റെ അപ്പു ജയിലിലും ആവത്തില്ലേ? ഞാൻ ഓടിത്തള്ളി. ആര് പറയുന്നു? ഇല്ല, ഞാൻ ജീവിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഈ പറഞ്ഞവരാരും എനിക്ക് ഒന്നും തന്നില്ല. പിന്നെ രണ്ടാമത് എന്നോട് ചോദിച്ചത്, ചെന്ന് 1 മാസത്തിനകം അവിടുത്തെ അടുക്കള നിനക്ക് പിടിച്ചു പറ്റാൻ പറ്റുമോ? അതുകൊണ്ടാണ് ഞാൻ അവിടെ നിൽക്കാത്ത. അങ്ങനെയല്ല. ഈ നേഴ്സുമാരെ 300 സർക്കാർ സർവീസിലാണ് ഞാൻ ചെയ്തത്. എൻ്റെ ആ സെപ്പറേഷൻ സമയത്തൊക്കെ 300 പേഷ്യൻസ് കാണും ഒരാൾക്ക്. എറിഞ്ഞ് നമുക്ക് കുത്തേണ്ടി വരും ഇഞ്ചക്ഷൻസ്. ഇത് കഴിഞ്ഞ് വീട്ടിൽ വരുമ്പോൾ ഭർത്താവിനെ ആരെങ്കിലും നോക്കട്ടെ, കൊച്ചിനെ ആരെങ്കിലും നോക്കട്ടെ എന്ന അവസ്ഥയിൽ നമ്മൾ വന്ന് വീഴുക. പിന്നെ നമുക്ക് അടുക്കളയും വേണ്ട, വീടും വേണ്ട, ഒന്നും വേണ്ട. പേഷ്യൻസ് എന്നാണ് നമ്മുടെ മനസ്സിലായോ? ആരെങ്കിലും നോക്കി തന്നാൽ മതി. അപ്പോൾ അങ്ങനെ ഒരു ചിന്തയും എൻ്റെ ഉള്ളിലില്ലായിരുന്നു. എനിക്ക് വേണ്ടത് സമാധാനമായി ജീവിക്കാൻ പറ്റിയൊരു അന്തരീക്ഷം. അതിനല്ലേ നമ്മൾ കല്യാണം കഴിക്കുന്നത്? യുദ്ധം ചെയ്യാനാണോ കല്യാണം കഴിക്കുന്നത്? പറ്റിയില്ല, പോന്നു. ഇനി ഈ ഭാര്യ ഭർത്തൃബന്ധം, അതിനകത്ത് മറ്റാരേക്കാളും തൻ്റെ ഭർത്താവ് തന്നെ പരിഗണിക്കണമെന്നും അവൾ ആഗ്രഹിക്കുന്ന പെറ്റു വളർത്തിയ അമ്മയെക്കാളും കൂടെ വളർന്ന സഹോദരിമാരെക്കാളും വർഷങ്ങൾക്ക് മുമ്പ് വീട്ടിൽ വന്ന ജ്യേഷ്ഠത്തെക്കാളും ഒക്കെ തന്നെ സ്നേഹിക്കണമെന്ന് അവൾ ആഗ്രഹിക്കുന്നതിനെ സ്വാർത്ഥതയെന്നോ ഉടമസ്ഥഭാവം എന്നോ പറയാൻ ബുദ്ധിമുട്ടാണ്. ദാമ്പത്യ ബന്ധത്തിൻ്റെ സ്വാഭാവിക അതാണ് എന്ന് ഭർത്താവ് മനസ്സിലാക്കണം. കേരളത്തിലെ ചേട്ടത്തിമാരോടും നാത്തുമാരോടും അമ്മായിയമ്മമാരോടും എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ജീവിക്കൂ, അവരെയും ജീവിക്കാൻ അനുവദിക്കൂ. ഒരു പർട്ടിക്കുലർ പോയിന്റ് കഴിയുമ്പോൾ എല്ലാ അമ്മമാരെ നോക്കണ്ടെന്നല്ല. ഞാൻ ഇപ്പോഴും എന്നെ ഒരുപാട് എനിക്ക് അണ്ണൻ തരുന്ന ആളാണ്. അതുകൊണ്ട് എനിക്ക് പറയാൻ പറ്റത്തില്ല. ബിക്കോസ് എനിക്കൊരു റെസ്പെക്റ്റ് ഉള്ള കാരണം, ബിക്കോസ് എൻ്റെ അമ്മയ്ക്ക് സേവ് ചെയ്യണം, അതിനെ ഞാൻ റെസ്പെക്റ്റ് ചെയ്യുന്നു. ഞാൻ അവിടെ നിന്ന് അങ്ങോട്ടും കൂടെ അടിയുണ്ടാക്കി, ഒരാൾ ചത്തു, ഒരാൾ ജയിലിലായി, ഒരു കൊച്ചു വേണ്ടെന്നേ. അപ്പോൾ ഈ സ്ത്രീകളെ, ഈ ജ്യേഷ്ഠത്തിമാരും നാത്തുമാരും അമ്മായിയമ്മമാരും മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ ജീവിച്ചില്ലേ അതുപോലെ സന്തോഷമായിട്ട് അവരെയും ജീവിക്കാൻ അനുവദിക്കും. ഇനി വേറൊരു വലിയ ആപത്ത് ഞാൻ പറഞ്ഞിരുന്നത്, ചില പെൺകുട്ടികൾ ഈ ഒരു കുടുക്കിൽ വിടും.
അവൻ ജോലി ചെയ്ത് പൈസ മേടിച്ച് അതുപോലെ അമ്മയുടെ കൊണ്ടു കൊടുക്കും. അവനവൻ്റെ സഹോദരിമാരെ വളരെ സ്നേഹത്തോടെ നോക്കും. ചേട്ടൻ്റെ ഭാര്യമാരെല്ലാം കൈ വെള്ളയിൽ കൊണ്ടു നടക്കും അവരുടെ എല്ലാം. ഇത് കേട്ട് നിങ്ങൾ ഓടരുത്. ഇതിനകത്തുള്ള 2 അപകടം എന്തെന്ന് വെച്ചാൽ, ഒന്ന്, ഈ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാലും ഇയാളുടെ സർവീസ് കിട്ടുന്ന ആൾക്കാർ അതിഭീകരമായി അത് തന്നെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കും. നമ്മളുടെ മാനസികാവസ്ഥ എങ്ങനെയാണ്? നമ്മളെ സ്നേഹിക്കണം, നമ്മളെ പരിഗണിക്കണം, നമ്മളെ കൂടുതൽ പരിഗണിക്കണം. ഇത് നിങ്ങൾക്ക് പറഞ്ഞു മനസ്സിലാക്കിയാൽ ഈ മറുവശത്ത് നിൽക്കുന്ന ആൾക്കാർ മനസ്സിലാക്കത്തില്ല. കാരണം അവരുടെ ലക്ഷ്യം ഈ നേട്ടങ്ങളിലാണ്. ഈ മനുഷ്യൻ്റെ കയ്യിൽ നിന്ന് കിട്ടുന്ന നേട്ടങ്ങളാണ് അവരുടെ ലക്ഷ്യം. നമ്മുടെ ലക്ഷ്യം അതല്ല, നമ്മുടെ കുട്ടിയുടെ അപ്പൻ. അപ്പം ഇങ്ങനെയുള്ള ആൾക്കാരെ കല്യാണം കഴിക്കാതിരിക്കുക. കുടുംബം നോക്കുന്നു, സ്നേഹം കൂടിപ്പോയി കഴിഞ്ഞാൽ നമ്മുടെ കുടുംബം ഇല്ലാണ്ടായിപ്പോകും. അപ്പം ആ കെട്ടിലേക്ക് വീഴാതിരിക്കുക. പിന്നെ അത് കഴിഞ്ഞത് മോഹൻലാലിൻ്റെ സിനിമകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് മോഹൻലാൽ എന്ന് ഒരു കാര്യം, ഒരു നടനോട് എനിക്ക് കൂടുതൽ താല്പര്യം, ഞാൻ ഭയങ്കര ഫാനാണ്. പുള്ളിയെ കണ്ടിട്ട് മരിക്കണം എന്നാകും. ചിലപ്പോൾ ഞാൻ കാണുമ്പോൾ ബോധം കെട്ട് വീണു പോകും. അത്രയും എനിക്ക് സ്നേഹം, അത്രയും എനിക്ക് ആരാധനയുള്ളൊരു മനുഷ്യനാണ് അയാൾ. ആ സ്ത്രീകളോട് പെരുമാറുന്ന രീതി, സ്മിതയെ കൈപിടിക്കുന്ന, അതൊക്കെ അയാൾക്ക് കിട്ടിയ റോളുകളാണ്. അപ്പോൾ അങ്ങനത്തെ സ്മിതയെ ഒരു സിനിമയിൽ, പിന്നെ വേറൊരു സ്ത്രീക്ക് കാവൽ കിടക്കുന്നു. ഇതൊക്കെ അയാൾക്ക് സ്ത്രീകളോടുള്ള സ്നേഹവും ബഹുമാനവും സ്ക്രീനിൽ നമ്മൾ കണ്ടാണ്. അല്ല, നമ്മൾ സ്വർണവും ഒരു അമീർ ഖാനും കുറേ സ്വർണ്ണമൊന്നും അല്ല നമ്മൾ ആഗ്രഹിക്കുന്നത്. നമ്മൾ ആഗ്രഹിക്കുന്നത് എന്താ? തന്നോടുള്ള സ്നേഹവും കരുതലും വാക്കുകൾ കൂടിയും പ്രവൃത്തികൾ കൂടിയും ഭർത്താവ് വ്യക്തമായി പ്രകടിപ്പിക്കണമെന്ന് സ്ത്രീ പ്രതീക്ഷിക്കുന്നു. വിലയേറിയ ആഭരണങ്ങൾ പോലെ സേഫ് ഡെപ്പോസിറ്റ് ലോക്കറിൽ വയ്ക്കാനുള്ളതല്ല സ്നേഹം, അത് പ്രകടിപ്പിക്കാനുള്ളതാണെന്ന് പുരുഷന്മാർ മനസ്സിലാക്കുക. എൻ്റെ ഒരു പുരുഷ സുഹൃത്തുണ്ട്. ഞാൻ അയാളെ എൻ്റെ കാലങ്ങളായി പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കാൻ ശ്രമിച്ചു. പിന്നെ സ്നേഹം പ്രകടിപ്പിക്കാനുള്ളതാണ്, അത് ഉള്ളിൽ വെക്കാനുള്ളതല്ല. പക്ഷെ അത് മനസ്സിലാക്കിയില്ല. നമ്മൾ പ്രകടിപ്പിക്കണം. മനസ്സിലാക്കിയില്ല. അതിൻ്റെ ഫലം അവരൊക്കെ തന്നെ അനുഭവിച്ചു. താൻ ചെയ്ത കാര്യങ്ങളെപ്പറ്റി ഭർത്താവ് സ്വകാര്യമായും പരസ്യമായും പ്രശംസിക്കുന്നത് ഭാര്യയ്ക്ക് വളരെ സന്തോഷമുണ്ടാക്കുക. തന്നിൽ നിന്ന് കാര്യങ്ങൾ മറച്ചു വയ്ക്കാതെ എല്ലാം തന്നോട് തുറന്ന് പങ്കുവെക്കണമെന്ന് ഭാര്യ പ്രതീക്ഷിക്കുന്നു. നമ്മൾ കല്യാണം കഴിഞ്ഞൊരു വീട്ടിലേക്ക് ചെല്ലുമ്പോഴേ നമ്മൾ നേരത്തെ ഭക്ഷണം കഴിക്കണം, പിന്നെ ബാക്കിയുള്ളവർ കഴിക്കും. അങ്ങനെ ആകുമ്പോൾ നമ്മളവിടെ ഒറ്റപ്പെടുക. ആ വന്നയാളെ ഇതിൻ്റെ കൂടെ കൂട്ടാൻ ശ്രമിക്കുക. അത് കഴിഞ്ഞ് ഇനി അടുത്ത കാര്യം, ഈ സാമ്പത്തിക സ്വാതന്ത്ര്യം, അതും സ്ത്രീക്കും അവകാശപ്പെട്ടതാണ്. സാമ്പത്തിക കാര്യങ്ങൾ നമ്മളോട് തുറന്ന് സംസാരിക്കുക ഭർത്താക്കന്മാർ തയ്യാറാവണം. സാമ്പത്തിക സുതാര്യത നിലനിർത്താൻ സ്ത്രീകളും തയ്യാറാവണം. ഇപ്പോൾ തീരുമാനം എടുക്കുന്നത് പുരുഷന്മാരായിരിക്കും. എന്നാൽ സ്ത്രീകൾക്കൊരു 6ാം ഇന്ദ്രിയം ഉണ്ടെന്ന് ചിലപ്പോഴെങ്കിലും ശരിയാണ്. അവർക്കൊരു 6ാം ഇന്ദ്രിയമുണ്ട്. യുക്തി, പിന്നെ എന്തോ പറയേണ്ടത്, തീരുമാനങ്ങൾ എടുക്കുന്നതിൽ പുരുഷൻ കൂടുതലായും വസ്തുതകളെയും യുക്തിയെയും ആശ്രയിക്കുന്നു. എന്നാൽ സ്ത്രീകളോ അവർക്കൊരു 6ാം ഇന്ദ്രിയമുണ്ട്. ചിലപ്പോഴെങ്കിലും സ്ത്രീ പുരുഷന്മാർ തമ്മിൽ മനസ്സിലാക്കിയാൽ തർക്കത്തിനും മത്സരത്തിനും ഒന്നും അവസരമുണ്ടാകില്ല. പരസ്പര പൂരകമായിട്ട് യുക്തിയും ഇൻറ്റ്യൂഷനും മനുഷ്യരിൽ കാണുക എന്ന്, ഇത് കുറച്ചുകൂടെ വ്യക്തമായിട്ട് ഞാൻ പിന്നെ പറയാം. പിന്നെ താൻ സ്നേഹിക്കുന്ന വ്യക്തിയിൽ നിന്ന് താൻ ആഗ്രഹിക്കുന്ന പോലെ സ്നേഹം തിരികെ കിട്ടുന്നില്ല എന്ന് തോന്നൽ ചില സ്ത്രീകൾ ശക്തമായി ഉണ്ടാകാം. തന്നെ തള്ളിക്കളഞ്ഞ് താൻ തഴയപ്പെട്ടു, അവഗണിക്കപ്പെട്ടു, ഇങ്ങനെയുള്ള ശക്തമായ വൈകാരിക വിക്ഷോഭം ചിലരെ ആത്മഹത്യ ചിന്തയിലേക്ക് മരിക്കാൻ പറഞ്ഞു. താൻ തഴയപ്പെട്ടു, തൻ്റെ കുട്ടികളും. ഞാൻ അനുഭവിച്ചിട്ടുള്ള ഏറ്റവും വലിയൊരു വേദനയാണ്, എൻ്റെ കുട്ടി ചിലർ അവഗണിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒതുങ്ങി. അമ്മമാർ മക്കളെ പഠിപ്പിച്ചു വിടേണ്ടത് ഒരു കാര്യം, മനുഷ്യർ നമ്മളെ ദ്രോഹിക്കും. ഇനി വേറെ പഠിപ്പിച്ചു വിടേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഹിന്ദുക്കൾ കൃഷ്ണനെക്കുറിച്ചും ക്രിസ്ത്യൻസ് ഈ യേശുവിനെ കുറിച്ചും ഒന്ന് പറഞ്ഞു കൊടുക്കുക, അള്ളാഹുവിനെ കുറിച്ചും പറഞ്ഞു കൊടുക്കുക ഈ കല്യാണം കഴിച്ച് പോകുന്നതിന് മുമ്പേ. കാരണം മനുഷ്യരാണ്, അവർ വിഷമിപ്പിക്കുമെന്ന് സ്ത്രീകളെ പറഞ്ഞ് മനസ്സിലാക്കിയ. പുരുഷന്മാരും വൈസ് വേഴ്സ. ഈ കോഴി എന്ന് പറയുന്നത് സ്ത്രീകളിലും ഉണ്ട് പുരുഷന്മാരിലും ഉണ്ട്. അത് ഞാൻ ഈ ഇടയ്ക്കാണ് മനസ്സിലായത്. പുരുഷന്മാർ മാത്രമല്ല കോഴികൾ, സ്ത്രീകളും ഉണ്ട്. അപ്പോൾ ഇതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി വിടുക. നമുക്ക് കൃഷ്ണനെ എടുക്കാം.
നമ്മൾ ഇത്രയേറെ പ്രശ്നങ്ങൾ നേരിട്ട ഒരാൾ ഭൂമിയിലുണ്ടാവുമല്ലോ. ഒരുപാട് പേരുടെ ശത്രുവായ ഒരാളാണ് കൃഷ്ണൻ. അപ്പോൾ ഞാൻ എപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, ഞാനൊരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുമ്പോൾ എനിക്കൊരാളെ എടി പൊടി എന്ന് വിളിക്കുന്ന ഇഷ്ടമല്ല. ഞാൻ കൊച്ചേ എന്ന് സ്നേഹത്തോടെ വിളിക്കും, മോളെ എന്ന് വിളിക്കും, മോനെ എന്ന് വിളിക്കും. പ്രായത്തിൽ കൂടുതലാണെങ്കിൽ ബ്രോ, അല്ലെങ്കിൽ അങ്ങനെ വിളിക്കും, അല്ലെങ്കിൽ സാറ്. ഒരാളെ വിഷമിപ്പിക്കുന്നത് എനിക്കിഷ്ടമില്ല. സഹജീവികളോട് കരുണ വേണം. പക്ഷേ മത്സരിച്ച് ഒരു 100 പേരുള്ളിടത്ത് ഒരു 5-6 പേര് എന്നെ തകർക്കാനും എൻ്റെ അന്നം ഇല്ലാതാക്കാനും ശ്രമിച്ചതിൽ എനിക്ക് ഒത്തിരി വിഷമം വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചിന്തിച്ചു, ഇവരെന്താ എന്നെ ശത്രുവായിട്ട് കാണാം? എനിക്ക് തെറ്റുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയണ്ട. ഞാൻ അന്യായമായത് കണ്ടത്. നേഴ്സിംഗ് ഇഷ്ടപ്പെട്ട് പഠിച്ച ഒരാളാണ് ഞാൻ. ക്രാഷ് ട്രോളിക്കകത്ത് എക്സ്പയറി കഴിഞ്ഞ മെഡിസിൻസ് എടുത്ത് അത് പേഷ്യൻസിന് കൊടുത്തു കഴിഞ്ഞാൽ പേഷ്യൻസ് ഡെത്തായി പോകും. അവിടെ നമ്മൾ പ്രതികരിക്കാതിരുന്നാൽ റിപ്പോർട്ട് ചെയ്താൽ മാത്രമേ, ഒരു കുറ്റം കണ്ടുപിടിച്ച് റിപ്പോർട്ട് ചെയ്താൽ മാത്രമേ അത് പിന്നെ ചെയ്യാതിരിക്കത്തുള്ളൂ. അതുകൊണ്ട് മാത്രമാണ് പല കുറ്റങ്ങളെ എതിർത്തിട്ടുള്ളത്. പിന്നെ നിങ്ങൾ വളരെ ശക്തമായി മനസ്സിലാക്കി. ഇപ്പോൾ ഷൈനിക്ക് ഈ ജോലി നിഷേധിച്ച ഒരു വലിയ കാരണം പ്രായ കൂടുതലായിരിക്കും. എന്തുകൊണ്ട് ഈ ഇന്ത്യയിലും എല്ലായിടത്തും ഇന്ത്യയിലൊക്കെ പ്രധാനമന്ത്രിമാരെ തിരഞ്ഞെടുക്കുമ്പോൾ ഏജ് കൂടിയതാണ്, അവർക്ക് പ്രവൃത്തി പരിചയം കൂടും. ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുള്ളതാണ്. ഒരു വെയിൻ കണ്ടുപിടിക്കാൻ ഒരു ക്യാൻസർ പേഷ്യൻറ്റിന് 7-8 കുത്ത് ഒരു 10-22 വയസ്സായവർ കുത്തിയാൽ ഒരു 40 വയസ്സായാലും ഒറ്റ കുത്തിന് കുത്തിയെടുക്കും. അപ്പോൾ എന്തുകൊണ്ടാണ് ഏജ് അവരെടുക്കരുതെന്ന് പറയുന്നത് വെച്ചാൽ, ഇപ്പോഴത്തെ ജനറേഷൻ്റെ പല തെറ്റും കുറ്റങ്ങളും പുറത്തു വരും. എത്തിക്സ് ഉള്ളവരാ പണ്ടത്തെ ആൾക്കാർ, അവർ എത്തിക്സ് ഫോളോ ചെയ്യുന്നവരാ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഒത്തിരി ശത്രുക്കൾ ഉണ്ടായിട്ടുണ്ട്. കുറച്ച് മാത്രം, 100 പേരുണ്ടെങ്കിൽ ഒരു 10 പേര് ശത്രുക്കളായിരുന്നില്ല. അപ്പോൾ എന്നെ അത് ഒത്തിരി വിഷമിച്ചിട്ടുണ്ട്. ദൈവമേ, ഞാനിതുപോലെ എൻ്റെ നട്ടിൽ ഇങ്ങനെ വളഞ്ഞിരിക്കുക, എനിക്ക് ടൈറ്റ് ഡ്രസ്സ് ഒന്നും ഇടാൻ പറ്റില്ല. ഇനി തൊട്ട് എന്നെ എല്ലാവരും സൂക്ഷിച്ച് നോക്കുക. എന്നാൽ എനിക്ക് ഇടാൻ പറ്റില്ല. കഴുത്തേൽ ഇത് ടാഗ് ഇടാൻ പറ്റില്ല, കോട്ട് ഇടാൻ പറ്റില്ല. അത്രയ്ക്ക് പെയിൻഫുള്ളായ ഒരാൾ ചിലപ്പോൾ ഇങ്ങനെ ടേബിളിൽ കമന്ന് ഇരുന്ന് പോകും കേട്ടോ. അത് വിളിച്ച് അല്ലെങ്കിൽ ബോസിനെ കാണിക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു. നിങ്ങൾക്ക് എൻ്റെ കഴിവുകൾ എനിക്ക് എന്തൊക്കെയുണ്ടെന്ന് യൂട്യൂബിൽ നോക്കിയാൽ നിങ്ങളൊന്ന് നോക്കിക്കേ. ഞാൻ തീരെ കഴിവില്ല. 25% ഇല്ലേ ഞാൻ 22 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഞാൻ പൊടി തുടയ്ക്കുന്ന ജോലിയാണോ എനിക്ക് തരേണ്ടത്? അപ്പോൾ അതൊരു സിസ്റ്റത്തിൻ്റെ കുഴപ്പമാണ്, എൻ്റെ കുഴപ്പമാണോ? അപ്പോൾ എനിക്ക് വിഷമം വന്നപ്പോൾ ഞാൻ ചിന്തിച്ചു, ഈ കൃഷ്ണൻ എങ്ങനെ ഇത്രയും ശത്രുക്കളുണ്ട്? അതായത് അപ്പോൾ അത് ന്യായമാണ്. അപ്പോൾ അച്ഛനമ്മമാരുടെ വിവാഹ ദിവസം തന്നെ അവർ ആ കൃഷ്ണൻ്റെ ജന്മം ഓർത്തു വളരെ വിട്ടിട്ടുണ്ട്. അപ്പോൾ കൃഷ്ണനെ പറ്റി ഓർത്തേ. പിന്നെ അഷ്ടമി 8-ാം തീയതി അഷ്ടമി രോഹിണി ദിവസം, പിന്നെ കാരാഗൃഹത്തിൽ ജനിച്ചു, അമ്മയുടെ അടുത്ത് നിന്ന് മാറ്റപ്പെട്ടു കൃഷ്ണനെ. ഒരു കുഞ്ഞിനോട് ചെയ്യാവുന്ന ഏറ്റവും വലിയ ഇനി എന്നെ ഏറെ വേദനിപ്പിച്ചൊരു കാര്യമാണ്. എൻ്റെ ജീവിതത്തിൽ എനിക്ക് നഷ്ടപ്പെട്ടു പോയൊരിതാണ് അമ്മ എന്ന കൺസെപ്റ്റ്. ഒരു അമ്മയെ കുട്ടിക്ക് ആവശ്യമുള്ളത് കുഞ്ഞിലത്തെ സമയമാണ്. പക്ഷെ അതെൻ്റെ അച്ഛൻ്റെ അമ്മയുടെ നിന്ന് എനിക്കത് കിട്ടിയിട്ടുള്ളതുകൊണ്ട് മനസ്സിലായില്ല. പക്ഷെ എനിക്ക് എൻ്റെ സ്വന്തം അവിടെ ഞാൻ വിഷമിച്ചു. കാരണം എന്നെ എൻ്റെ അമ്മയുടെ അടുത്തുനിന്ന് അകറ്റി. അച്ഛമ്മയുടെ കൂടെയാണ് ഞാൻ നിന്നത്. അപ്പോൾ അത് ഈ 45-ാമത്തെ വയസ്സിലും എനിക്ക് വളരെ വേദന ഉണ്ടാക്കിയവരാണ്. പക്ഷെ ഞാൻ പഠിച്ചു അതിനെപ്പറ്റി. ഈ കൃഷ്ണനും അമ്മയുടെ അടുത്തുനിന്ന് മാറ്റപ്പെട്ടു. അപ്പോൾ ഇതെല്ലാം ജീവിതത്തിൽ സംഭവിക്കുമെന്ന് പുരാണങ്ങൾ നമ്മളെ പഠിപ്പിച്ച് കഴിയുക. നമ്മളവിടെ ആത്മഹത്യ ചെയ്യുവല്ല. ഇതാണ് നമ്മളെന്നും ആപ്പിളും കഴിച്ച് സ്വർണ്ണമാലയും ഇട്ട് സ്വർഗത്തിലൂടെ നടന്നാൽ അത് ജീവിതമാവുമോ? അപ്പോൾ ഇതിങ്ങനെയാണെന്നാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ ദൈവങ്ങൾക്കും കഷ്ടങ്ങളുണ്ടായി. അതെന്താ നമ്മളെ പഠിപ്പിക്കുന്നത്? ഞാനത് അങ്ങനെയാണ് എടുക്കുന്നത്. ജീവിതം ഇങ്ങനെയാണെന്ന് നമ്മളെ പഠിപ്പിച്ചു തരുക പുരാണങ്ങൾ. പിന്നെ ലാളനകൾ ഏറ്റുവാങ്ങേണ്ട എനിക്ക് ഒത്തിരി എൻ്റെ ചെറിയ സമയത്തൊക്കെ എൻ്റെ SSLCയിൽ എൻ്റെ ബുക്കുകളൊക്കെ കത്തിച്ച് കളയപ്പെട്ടിട്ടുണ്ട്. SSLC പരീക്ഷയുടെ തലേ ദിവസം എൻ്റെ ബുക്കുകൾ കത്തിപ്പോയി, നഷ്ടപ്പെട്ടു പോയി. ഞാൻ കിലോമീറ്ററുകളോളം നടന്നു പോയി എക്സാം എഴുതേണ്ടി വന്നു. അതൊക്കെ വലിയ വലിയ കഥകളാണ്. ഇതൊക്കെ ഞാൻ ആ ചെറിയ പ്രായത്തിൽ നേരിട്ടോ എന്തോ പറയുന്നത് കഷ്ടപ്പാടുകൾ. എന്നെ ഇപ്പോഴത്തെ കുട്ടികൾ പഠിക്കും പോലെ അല്ല ഞാനൊക്കെ പഠിച്ചത്. ഞാൻ പഠിക്കുമ്പോൾ എനിക്ക് രാവിലെ എണീക്കണം, അച്ഛമ്മയുടെ കാര്യങ്ങൾ നോക്കണം, അതിന്
സഹായിക്കണം, പിന്നെ ഉച്ചയ്ക്ക് ഓടി വീട്ടിലേക്ക് വരണം, അച്ഛമ്മ കിടക്കുവാണ്, എണീറ്റിരിക്കാൻ പറ്റത്തില്ല, എന്നെക്കാളും വെയിറ്റ് ഉണ്ട്, പല ദിവസവും അമ്മയും ഞാനും കൂടെ താഴെ വീണിട്ടുണ്ട്, അമ്മ എണീപ്പിച്ചിരുത്തണം, സ്കൂളിൽ നിന്ന് ഓടി വന്ന് അമ്മയ്ക്ക് ഫുഡ് കൊടുക്കണം, വൈകിട്ട് വന്ന് വിറക് സാധനങ്ങളെല്ലാം മേടിക്കണം, പിന്നെ ജോലിക്ക് പോയിരിക്കുന്ന ഒരാളെ വിളിക്കാൻ പോകണം, തിരിച്ച് ഞാൻ വീട്ടിലെത്തുന്ന രാത്രി 9 മണിക്കാണ്, അതിനുശേഷം എനിക്ക് പഠിക്കാൻ സമയമുള്ളൂ. ഞാൻ അരി അടുപ്പത്തിട്ടിട്ട് അതിൻ്റെ ചുറ്റടുത്തൊക്കെ ഇരുന്ന് പഠിച്ചിട്ടുണ്ട്. പഠിക്കണം എന്നുള്ളൊരു ഇതിന് ടീച്ചേഴ്സിന് തന്നെ വലിയ കാര്യമായിരുന്നു. അപ്പോൾ ഇതൊക്കെ ഞാൻ ചില സമയത്ത് ആലോചിക്കുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമം വന്നിട്ടുണ്ട്. അപ്പോഴാണ് ഞാൻ ഓർക്കുന്നത്, കൃഷ്ണനെ കൊല്ലാൻ എത്ര ശത്രുക്കളാണ് വന്നത്, കൃഷ്ണനെ ഇതിൽ നിന്നൊക്കെ ദൈവത്തിന് തടഞ്ഞത്. പക്ഷെ ഇത് ഇങ്ങനെയാണ് ജീവിതം. നമുക്കൊരു ശത്രുവുണ്ട്, അത് നമ്മുടെ ബന്ധുവാണ്, അല്ലെങ്കിൽ നമ്മുടെ ബന്ധുക്കൾ നമ്മളെ ദ്രോഹിക്കുന്നു പറഞ്ഞാൽ വിഷമിക്കേണ്ട, ഒറ്റയ്ക്കായിപ്പോയെന്ന് പറഞ്ഞാൽ വിഷമിക്കേണ്ട. ഇതെല്ലാം കൃഷ്ണൻ നേരിട്ടുണ്ട്. ജീവിതം നമ്മളെ പഠിപ്പിക്കുന്നത് അതാണ്. ഈ വഴികളിലൂടെ നമുക്ക് പോകാൻ പറ്റുള്ളൂ എന്ന്. ഇനി എൻ്റെ ഒരു ടീച്ചർ ഉണ്ടായിരുന്നു, ഫിസിക്സ് പഠിപ്പിച്ച ഫിസിക്സാണ് ടീച്ചർ. എനിക്കൊന്ന് ഫുഡ് കൊണ്ടുവരാമായിരുന്നു. അപ്പോൾ ടീച്ചറിൻ്റെ കല്യാണത്തിന് ടീച്ചറിൻ്റെ ഓർണമെൻറ്റ്സിൻ്റെ ബോക്സ് എൻ്റെ കയ്യിലായിരുന്നു. അപ്പോൾ ഞാൻ തിരക്കിൻ്റെ ഇടയിൽ പെട്ടു. അപ്പോൾ അവരെന്നെ കണ്ടുപിടിച്ചു. പക്ഷേ അത്രയ്ക്ക് എന്നെ കൂടുതൽ അറിയുന്ന എൻ്റെ ടീച്ചേഴ്സാണ്. വിശ്വാസമുള്ള എന്നെ പലരും ചില കുറ്റങ്ങൾ, അതായത് അതൊക്കെ കൃത്യമായി പറഞ്ഞു തരാൻ എനിക്കറിയാം, പക്ഷേ അത് ശരിയല്ല. വിവരമില്ലായ്മയാണ് ദുഷ്ടത. വിവരമുള്ള ഒരാൾ ദുഷ്ടത ചെയ്യത്തില്ല. അപ്പം മനസ്സാ വാച അറിയാതെ സെമന്തകം കട്ട കള്ളൻ എന്ന പേര് കൃഷ്ണൻ കേട്ടിട്ടുണ്ട്. പിന്നെ എന്നെ കള്ളി എന്ന് പറഞ്ഞാൽ ഞാൻ വിഷമിക്കേണ്ട കാര്യമുണ്ടോ എന്നോ. ഇനി യാദവ പലയിടത്തും പല കാര്യങ്ങളും. ഞാൻ പണ്ടൊരു ക്യാൻസർ പേഷ്യൻ്റ്, ഇവിടെ ഒരു കിഴുത്തയുണ്ട്, അയാളൊരു അന്താരാഷ്ട്ര ഇൻ്റർനാഷണൽ ലെവലിലൊരു സ്പോർട്സ്മാനാണ്, ആവാൻ ചാൻസ് ഉള്ള ഒരാളാണ്. അപ്പോൾ ഈ കഴുത്തിൽ കുറച്ച് പസ് ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഹീ തോട്ട് ഇറ്റ് വാസ് എ ക്യാൻസർ. അപ്പോൾ നമുക്കതറിയാം, നമ്മൾ നേഴ്സല്ലേ. അപ്പോൾ നമ്മൾ അയാളെ ഒന്ന് രക്ഷപ്പെടുത്തി കൊടുത്തു. അയാളിപ്പോൾ വലിയ നിലയിലൊക്കെ എത്തി. അയാൾ മരിച്ചു പോകേണ്ടായിരുന്നു, പക്ഷേ അയാൾ നല്ല നിലയിലൊക്കെ എത്തി. അപ്പോൾ ഇത് കാരണം നമുക്ക് കുറച്ച് വരും. ഒരാൾക്ക് ഒരു കാര്യം ചെയ്യുമ്പോൾ അതൊക്കെ ഞാൻ നിങ്ങൾക്ക് പിന്നെ വ്യക്തമായി പറഞ്ഞുതരാം. എന്തായാലും രക്ഷപ്പെട്ടു. അപ്പോൾ അതിൻ്റെ പിന്നിൽ ഞാൻ കുറച്ച് കേട്ടിട്ടുണ്ട്, അതും പറഞ്ഞുതരാം. രാജാവിൻ്റെ തടവറയിൽ നിന്ന് മോചിപ്പിച്ച 16,008 സ്ത്രീകളെ സമൂഹം പുറത്താക്കിയപ്പോൾ അവർക്ക് രാജകുമാരിമാരുടെ പദവി നൽകി ഏറ്റവും നല്ല നവോത്ഥാന നായകനായതായിരുന്നു കൃഷ്ണൻ. പക്ഷെ കേട്ടതോ ചീത്തപ്പേര്. അപ്പോൾ ചീത്തപ്പേര് കേൾക്കണമെങ്കിൽ അപ്പം കൃഷ്ണനെ ഓർക്കുക. പിന്നെ ഇതൊക്കെ നടന്നെങ്കിലും എവിടെയെങ്കിലും കൃഷ്ണൻ മൂഡ് ഓഫ് ആയതോ, ഇത് ഞാനൊരു മോട്ടിവേഷണൽ സ്പീച്ച് കേട്ടതാണ്, കൃഷ്ണൻ മൂഡ് ഓഫ് ആയതോ ഡിപ്രഷൻ അടിച്ചതായിട്ടോ നമ്മൾ കേട്ടിട്ടുണ്ടോ? കാട്ടാളൻ്റെ അമ്പുകൊണ്ട് മുറിഞ്ഞു നടന്നപ്പോഴും കൃഷ്ണന് ഡിപ്രഷനൊന്നും വേണ്ടിയിട്ടില്ല. കൃഷ്ണൻ കരഞ്ഞത് ഒരു സമയം മാത്രമാണെന്നാണ് പറഞ്ഞത്. അത് കുചേലനെ കാണുമ്പോൾ, അത് സുഹൃത്തിനെ കണ്ട സന്തോഷം കൊണ്ട്. അപ്പോൾ നമ്മൾക്ക് ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ ചിന്തിക്കുക, ഇത്രയും നന്മ ചെയ്ത ജീസസ് ക്രൈസ്റ്റിനെ ക്രൂസിഫൈ ചെയ്ത് ആ സമയത്ത് ഒരാളുണ്ടായിരുന്നു ധൈര്യത്തോട്. പലപ്പോഴും ഈ ജോലി സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെ നമ്മൾ വെറുതെ 10-25 വയസ്സായ പിള്ളേർ തെറ്റുകൾ ചെയ്യുമ്പോൾ അത് തിരുത്തി കൊടുക്കുമ്പോൾ ഈ സ്ത്രീകൾ അവരുടെ കൂടെ നിന്ന് നമ്മളെ എതിർക്കും. അപ്പോൾ നല്ല കൾച്ചേർഡായ സ്ത്രീകളുള്ളൊരു സ്ഥലമാണ്. ഞാൻ ഒരുപാട് വേദനിച്ചിട്ടുണ്ട്. ഇവരെന്താ എൻ്റെ പക്ഷം നിൽക്കാത്തത്? അങ്ങനെയാണത്, മനസ്സിലായോ? ഈ കലികാലമാണത്. നമ്മൾ നല്ലത് ചെയ്താൽ അതിന് വിലയില്ല, മനസ്സിലായോ? ഒരുപാട് ഞാൻ വിഷമിച്ചിട്ടുണ്ട്. ദൈവമേ, എൻ്റെ സൈഡിൽ നിന്ന് പറയാൻ ഒരാൾ, ഞാൻ എപ്പോഴും ധൈര്യമുള്ള സംസ്കാരമുള്ള സ്ത്രീ എന്ന് ഞാൻ വിചാരിക്കുന്നത് അതങ്ങനെ അല്ലായിരിക്കാം. പക്ഷെ ഞാൻ വിചാരിക്കുന്നത് അധപതിച്ചു പോയ ഒരു സ്ത്രീയെ കൺമുമ്പിൽ കാണുമ്പോൾ കൈ പിടിച്ചുയർത്തുകയും അവളോട് സ്നേഹത്തോടെ പെരുമാറുകയും അവളെ അപ്ലിഫ്റ്റ് ചെയ്യുകയും സഹായിക്കുന്ന ഒരാളാണ് സംസ്കാരമുള്ള സ്ത്രീ എന്നാണ് ഞാൻ പഠിച്ചു വച്ചിരിക്കുന്നത്. എൻ്റെ കൺസെപ്റ്റ് തെറ്റാണോ ശരിയാണോ നിങ്ങൾ തന്നെ തീരുമാനിക്കാം. അപ്പം സമാനതകളില്ലാത്ത പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും ധീരതയോടെ പുഞ്ചിരിയോടെ നേരിട്ട് ആസ്വാദ്യകരമായി ജീവിച്ചിറങ്ങി വന്ന് നമ്മളെ കാണിച്ചു തന്നിട്ടുണ്ട് കൃഷ്ണൻ. അപ്പോൾ അത് കണ്ട് നമുക്ക് ആത്മഹത്യ ചെയ്യാതിരിക്കാം. എനിക്ക് ഭയങ്കരമായിട്ട് വിഷമം വന്നത്, ഞാൻ ഈ ചാനൽ തുടങ്ങിയത് 1 വർഷമായി, സബ്സ്ക്രൈബേഴ്സ് ഒന്നുമില്ല. തുടങ്ങിയത് 2 സീരിയൽ ആക്ട്രസ് സൂയിസൈഡ് ചെയ്ത സമയത്ത്
വളരെ മനസ്സ് വിഷമിച്ചിട്ട്. കാരണം എനിക്കില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ അവരിലുണ്ട്. അപ്പോൾ അവരെന്തിനാ ആത്മഹത്യ ചെയ്യുന്നത്? ഈ കുട്ടികൾ ഓരോ സർട്ടിഫിക്കറ്റ് വാങ്ങിക്കൊണ്ടുവരുമ്പോൾ, അവർ ചാടുമ്പോൾ, ഓടുമ്പോൾ, അവരുടെ ഇതൊക്കെയാണ് നമ്മുടെ കണ്ണ്. പിന്നെ ജനം മനസ്സിലാക്കിയിട്ടില്ലാത്ത ഏറ്റവും വലിയൊരു കാര്യം, ഈ ഭാര്യ ഭർത്തൃ ബന്ധം, ദാമ്പത്തിക ബന്ധം നമ്മുടെ ആരോഗ്യത്തെ പരിപോഷിപ്പിക്കാനുള്ള ഒരു കാര്യം കൂടെയാണ്. ഇനിയിപ്പോൾ ഇതിൻ്റെ താഴെ എന്തൊക്കെ മെസ്സേജ് വരുമെന്ന് എനിക്കറിയത്തില്ല. ഈ ജനറ്റിക് എൻജിനീയറിങ്ങും കാര്യങ്ങളും എത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ടാണ് ദൈവം ഇതെല്ലാം, ഇതൊരു എൻജിനീയറാണ് ദൈവം ഇത് സൃഷ്ടിച്ച് വെച്ചിരിക്കുന്നെങ്കിൽ ഇതിനൊരു കാരണമുണ്ട്. തമ്മി പിരിഞ്ഞ് പിണങ്ങി അമ്മയ്ക്ക് വേണ്ടി മാത്രവും ചേട്ടത്തിക്ക് വേണ്ടി മാത്രവും നാത്തൂന് വേണ്ടി മാത്രവും ഒക്കെ ജീവിക്കുന്ന മനുഷ്യർ അവനവൻ്റെ ആരോഗ്യത്തെയാണ് സ്പോയിൽ ചെയ്യാമെന്ന് ഒന്ന് ആലോചിച്ചാൽ നല്ല. ഈ ശാരീരിക ബന്ധത്തിൻ്റെയൊക്കെ സമയത്ത് ഒരുപാട് ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. ഈ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺസ് നമ്മുടെ പല അസുഖങ്ങളെയും അകറ്റി നിർത്താൻ എന്തുകൊണ്ടാണ് ഇതൊക്കെ വെച്ചിരിക്കുന്നതെന്ന് ചിന്തിച്ചാൽ മതി. പിന്നെ ഈ സ്ത്രീകളോട് ഈ നമ്മളിപ്പം ഒരു ലൈംഗിക ബന്ധത്തിൽ ഒരു സ്ത്രീ ആഗ്രഹിക്കുന്നത് പ്രണയവും കരുതലുമാണ്, അല്ലാതെ ആസക്തിയല്ല. അപ്പം ഭർത്താവിന് തന്നോടുള്ള ലൈംഗിക ആകർഷണം തന്നോടുള്ള പ്രണയത്തിൻ്റെ ലക്ഷണമായിട്ടാണ് സ്ത്രീ കാണുന്നത്. അതിനാൽ സ്നേഹനിർഭരമായ ഒരു ദാമ്പത്യം ഉണ്ടെങ്കിൽ മാത്രമേ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ലൈംഗികത ആസ്വാദ്യകരമാകുള്ളൂ. പുരുഷനേക്കാളും ലൈംഗിക ബന്ധത്തിന് റൊമാൻറ്റിക് മൂഡ് ആവശ്യം സ്ത്രീക്കാണ് എന്ന വ്യത്യാസം പല പഠനങ്ങളും തെളിയിച്ചിട്ടുണ്ട്. മനസ്സിലായോ? അപ്പോൾ ചിലർ ഒരു സമയത്ത് എനിക്ക് ഞാൻ അതോടെ എൻ്റെ ക്യാൻസർ ട്രീറ്റ്മെൻറ്റ് നിർത്തിവെച്ചത്. എനിക്ക് അയഡിൻ കിട്ടാതായ സമയത്ത്, സ്റ്റാർ ഹെൽത്ത് കിട്ടാത്ത സ്ഥലത്തൊക്കെ ഈ അയഡിന് എടുത്ത് ജീവൻ നിലനിർത്തുക, എൻ്റെ ജീവൻ നിലനിർത്തുന്നത് അത്യാവശ്യം എൻ്റെ കുട്ടിക്കാണ്. അപ്പോൾ ഞാൻ പലരെയും സമീപിക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഒരിടത്തുനിന്ന് എനിക്ക് കിട്ടിയൊരു ആൻസറാണ് ഈ ഐ യു റെഡി ടു കം ടു ദുബായ് ദെൻ ഐ ക്യാൻ, എന്നാൽ ഞാൻ സഹായിക്കാം. അപ്പോൾ വന്ന് നിൽക്കുന്നതൊരു പെണ്ണാണ്, അതിന് ക്യാൻസറുണ്ട്, നട്ടെല്ല് വളഞ്ഞ് അന്ന് എൻ്റെ മുതുകിലൊരു മുഴയും ഉണ്ടെന്ന് വിചാരിക്കണം. എനിക്ക് പുരുഷന്മാരോട് പറയാനുള്ളത്, നിങ്ങൾ അതിഭീകര പണക്കാരോ അമീർ ഖാനോ ഷാരൂഖ് ഖാനോ ഒന്നും ആവണ്ട. ശകലം അത് കൊടുത്താൽ നിങ്ങൾക്ക് അവർ തിരിച്ച് എന്തും തരും. അല്ലാതെ നീ ഇതെനിക്ക് താ എന്നാൽ ഞാൻ നോ നെവർ. ചിലപ്പോൾ നിവർത്തികേട് കൊണ്ട് അവർ അഡ്ജസ്റ്റ് ചെയ്ത് തന്നെ നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടുള്ള ആയിരിക്കില്ല അത്. അപ്പോൾ അങ്ങനെ പറയാതിരിക്കാൻ ശ്രമിക്കാം. പിന്നെ അപ്പോൾ ഞാനിപ്പോൾ പറയുന്നത് പുരുഷന്മാർ വളരെ നല്ലതും, സ്ത്രീകളെ, പുരുഷനുള്ള ഒരു പ്രശ്നം അവൻ്റെ ദേഷ്യമാണ്. അപ്പോൾ ആ ദേഷ്യം നമ്മൾ മനസ്സിലാക്കി, നമ്മളോട് അവർക്ക് അത് എൻ്റെ ജോലി നഷ്ടപ്പെട്ടു, ഞാൻ പലരോടും കൈ നീട്ടേണ്ടി വന്നു, എനിക്ക് കിടക്കാൻ ഇടമില്ലാതായി, ഒരു മാസത്തിൻ്റെ തുടക്കത്തിൽ പലരോടും നമ്മൾ യാചിക്കേണ്ടി വന്നു, നാണക്കേടുകൾ, ഒരു കല്യാണത്തിന് പോകാൻ എനിക്ക് പറ്റത്തില്ല, 15 വർഷം ഒരു വീടും ഒരു ജോലിയും. ഞാൻ ഏറ്റവും കൂടുതൽ ക്രൂരത ഏറ്റിട്ടുള്ളത് ഈ പതിവ്രത രത്നങ്ങളിൽ നിന്ന് തന്നെയാണ്. ഒരു ഹസ്ബൻഡും ഒരു വൈഫും ഉള്ളൊരു വീട്ടിലേക്ക് പോകാൻ പേടിയാണ്. ഇനി അയാൾ എന്നാലും നമ്മളോട് കൂടുതൽ സംസാരിച്ചാൽ അവിടെ തീർന്നു. പിന്നെ മനസ്സിലായോ? നല്ല ഡ്രസ്സ് എടുത്ത് ഇറങ്ങി നടക്കാൻ പറ്റത്തില്ല. പിന്നെ ഈ യൂട്യൂബ് ചാനൽ തന്നെ ഞാൻ തുടങ്ങി. അതിന് വേണ്ടി ഞാൻ കേട്ട അധിക്ഷേപങ്ങൾ, പഴയ കുറച്ച് ഡ്രസ്സുണ്ട്, ഞാൻ ഇങ്ങനെയൊന്നുമല്ല, എനിക്കൊരു സുവർണ്ണകാലം ഉണ്ടായിരുന്നു. ഞാനിങ്ങനെ ഒരു 10 ആർക്കെങ്കിലും കൊടുക്കുമ്പോൾ 25 വർഷമായ സാരി എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്. അപ്പോൾ ഇതെല്ലാം ഉടുത്തിട്ടാണ്, വേറെ ഒന്നും ഞാൻ ഇതിന് വേണ്ടി ചിലവാക്കുന്നില്ല. ഈ ഒരു പൊട്ടി, ഈ 4 പീസായ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് താഴെ വീണ് 4 പീസായ ഒരു മൊബൈലും ഈ 4 ചുവരും മാത്രമാണ് എൻ്റെ കയ്യിലുള്ളത്. ഇത് വെച്ചിട്ടാണ് ഞാൻ ഈ ചെയ്യുന്നത്. ഇനി നേരെ നിൽക്കാൻ എനിക്ക് പലപ്പോഴും പറ്റാറില്ല, കാരണം നട്ടെല്ല് വളഞ്ഞു. ഇനി ഈ 3.5 ലക്ഷം രൂപയുടെ കടം വീട്ടിയിട്ട് മാത്രമേ എനിക്ക് അടുത്ത ക്യാൻസർ ട്രീറ്റ്മെൻറ്റ് തുടങ്ങാൻ പറ്റുള്ളൂ. ഇത് 4 വർഷത്തേക്ക് മുമ്പുള്ള അനുഭവമാണ്. പലരോടും പോയി ഏറെ വിഷമിച്ചത്, നമ്മൾ ചെന്ന് വിഷമം പറയാൻ പോവുകയാണ് കേട്ടോ, ഇതാണെന്ന്. അപ്പോൾ
അതീവ ശ്രദ്ധയോടെ അവരിയ്ക്കും. മനസ്സിലായോ? ഈ കൂടെ നമ്മളൊരു സഹായി വരും. ഇവനും ഇവളും തമ്മിൽ എന്ത് മസാലയാണുള്ളത്, അതിലായിരിക്കും ശ്രദ്ധ. ഞാൻ കഴിഞ്ഞ 4 വർഷമായിട്ട് എനിക്കൊരാൾ തിക് നാറ്റ് ഹാൻഡ് ഒരു ബുക്ക് തന്നു. അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് കമ്മ്യൂണിക്കേഷന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് മനസ്സിലാക്കിയത് കൊണ്ട് മാത്രം ഞാൻ എൻ്റെ പാരാദൂരങ്ങൾ പലരോടും പറഞ്ഞു. അതിന് സോറി. അപ്പോൾ പിന്നെ എനിക്കത് മനസ്സിലായത്, ഞാൻ ചെന്ന് പറയുന്ന എന്തുവാ, എൻ്റെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്, പക്ഷേ ദൈവം അത് മാറ്റി കേട്ടോ. ഇപ്പോൾ ഒന്നും കാണാനില്ല, ഇനി ഒരു ദിവസം വീഴുമോ അതറിയത്തില്ല. അപ്പോൾ ഈ കൊടുക്കാൻ തന്നവരോ അതിമൃദു സ്വഭാവക്കാരാണ്. അവർ ചോദിക്കുന്നത് നിങ്ങൾ എങ്ങനെയാണ് തന്നിട്ട് തിരിച്ച് സഹായിക്കാവോ. പക്ഷേ എൻ്റെ ബാങ്കുകാർ ഇച്ചിരി ഭീകരമാണ്. അപ്പോൾ ഇത് നമുക്ക് ഗ്യാസ്ട്രൈറ്റിസ് ഉണ്ടാകും. നമ്മൾ വളരെ ഭീകരമാണ് അവസ്ഥ. ഒറ്റയ്ക്ക് ഒരാൾ, ഏറ്റവും കൂടുതൽ നമ്മുടെ ശത്രുക്കളാകുന്നത് നമ്മുടെ ബന്ധുക്കളാണ്. തിരിച്ച് ഒരു വീട്ടിൽ നിന്ന് കല്യാണം പ്രശ്നം വന്ന് തിരിച്ചു വരുമ്പോൾ നമ്മളെ ചില വീടുകളിൽ അതിഭീകരമായി അധിക്ഷേപിച്ചിട്ടുണ്ട്. ഒന്നും അറിയത്തില്ല അവർക്ക്, ഞാൻ എന്താ അനുഭവിച്ചതെന്ന് അവർക്കൊന്നും അറിയത്തില്ല. പക്ഷേ എൻ്റെ ഓപ്പോസിറ്റ് സൈഡ് നിൽക്കുന്നവർ സമൂഹത്തിൽ ഉന്നതരാണ്, അവരുടെ കയ്യിൽ കാശുണ്ട്, ആളുണ്ട് എന്നത് കൊണ്ട് മാത്രം അവരുടെ കൂടെ ചേർന്ന് നിന്നിട്ടുണ്ട്. പക്ഷെ ഞാൻ തുറന്നു പറയട്ടെ, ഒരു പെണ്ണും ഒരു വീട്ടിലേക്ക് കയറി ചെല്ലുന്നുണ്ട്, ഞാൻ ഒരിക്കലും ഇഷ്ടപ്പെടാൻ സാധിക്കാത്ത സാഹചര്യങ്ങളാണ് എൻ്റെ ഒരു പുരുഷനുമായി ബന്ധപ്പെട്ട് വന്നതെല്ലാം. അപ്പോൾ അത് നമ്മൾ അനുഭവിച്ച ദുഃഖങ്ങൾ നമുക്കേ അറിയാവും. ആരെയും കുറ്റപ്പെടുത്തുന്നില്ല കേട്ടോ, ആരെയും കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ടല്ല പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒരു കുടുംബത്തിൽ എന്താ സംഭവിച്ചതെന്ന് അറിയത്തില്ലെങ്കിൽ 2-3 വീടുകളിൽ നിന്ന് അതിഭീകരമായിട്ട് അവർ എൻ്റെ ബന്ധുക്കളാണ്, മനസ്സിലായോ. ഞാൻ എൻ്റെ നെഞ്ചുരുകി ഇവർക്കൊന്നും പറ്റരുതേ എന്ന് പറഞ്ഞിറങ്ങി വന്നിട്ടുണ്ട്. പക്ഷെ അവർ അതിഭീകരമായി ദൈവം അവർക്ക് ശിക്ഷ കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ഒരുപാട് 5 ദിവസം ഒരു പൂച്ച ചത്ത് കിടന്ന കിണറ്റിലെ വെള്ളം ഞാൻ കുടിച്ചിട്ടുണ്ട്. വേറൊരിടത്ത് പോയി വെള്ളം ചോദിക്കാൻ മടിച്ചിട്ട്. ഞങ്ങൾ മരിച്ചില്ല, എന്നിട്ടും 10-25 കിലോ വെയിറ്റ്, 10 കിലോയെങ്കിലും വെയിറ്റുള്ള പാമ്പുകൾ ഒരു 8 വർഷം എൻ്റെ പുറത്ത് ആഴ്ചയിൽ ഒരു പ്രാവശ്യം വീണ് ഞാൻ അപ്പുറം ഇപ്പുറവും വീടുകളിൽ പോയി പേടിച്ചിട്ട്, പാമ്പ് പുറത്ത് വീഴുക എന്ന് പറഞ്ഞാൽ ഒന്ന് ആലോചിച്ചേ, പേടിച്ചിട്ട് പോയിട്ടുണ്ട്. എന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റിയ എൻ്റെ കുടുംബക്കാരും എൻ്റെ കുഞ്ഞിൻ്റെ അപ്പൻ്റെ കുടുംബക്കാരും ഉണ്ടായിരുന്നു. 1 സെൻറ്റ് ഭൂമിക്ക് അത് എൻ്റെ പേരിൽ കിട്ടി, എൻ്റെ പേരിൽ അത് കിട്ടി, മനസ്സിലായോ. കഴിവില്ലാത്തതായിരിക്കാം എൻ്റെ, ഞാനത് കൊടുത്തിട്ട് പറഞ്ഞു ഇതിലൊരു വീട് വെക്കാൻ എന്നെ സഹായിക്കണേ. അത് വിറ്റ് സ്വന്തം അമ്മയുടെ കടം വീട്ടിയ, അതായത് ജീവിക്കാൻ നിവൃത്തിയില്ലാത്തൊരു സ്ത്രീയുടെ, കയറി കിടക്കാൻ ഇടമില്ലാത്ത സ്ത്രീയുടെ കയ്യിരിക്കുന്നതിനെ തട്ടിപ്പറിച്ചെടുത്ത് സ്വന്തം കടം വീട്ടി ഇപ്പോഴും സുരക്ഷിതരായി ജീവിക്കുന്ന മനുഷ്യരുണ്ട്, പരാതിയില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മൾ ഏറ്റവും കൂടുതൽ, അതാ ഇത്രയും ഞാൻ പറഞ്ഞത് ആരുടെ സഹതാപം കിട്ടാൻ വേണ്ടിയിട്ടൊന്നുമല്ല. ഈ കുഞ്ഞുങ്ങളെ കൊല്ലുന്നത് നമുക്ക് ഒഴിവാക്കാം. നിങ്ങളൊന്ന് ഇറങ്ങിയാൽ, എനിക്ക് എൻ്റെ വളരെ ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് മോഹൻലാൽ. കേരളത്തിലെ സ്ത്രീകളെല്ലാം അവരെ ജീവനാണ് മോഹൻലാൽ. എനിക്ക് മോഹൻലാലിനോടും ശ്രീ മോഹൻലാലിനോടും സുരേഷ് ഗോപി സാറിനോടും ഇവരോടൊക്കെ, മമ്മൂട്ടി സാറിനോടൊക്കെ പറയാനുള്ളത്, ഒരു ഷെൽട്ടർ, ഒരു ആഗ്രഹമാണ്. ഒരു ഷെൽട്ടർ, ഗവൺമെൻറ് സംവിധാനമല്ല, ഒരു NGO. ഗവൺമെൻറ് സംവിധാനത്തിലേക്ക് കടക്കാൻ ചിലരൊന്നും ഇഷ്ടപ്പെടുന്നില്ല. ഇങ്ങനെ രാത്രി കുട്ടികളുമായി പുറത്തിറങ്ങുന്നവർക്ക് വന്ന് താമസിക്കാൻ ഒരു വീട്ടിൻ്റെ അതേ അന്തരീക്ഷത്തിൽ അവരുടെ ആ മാനസികാവസ്ഥ കടന്നു പോകാൻ ഒരു 2 ആഴ്ചയോ 3 ആഴ്ച എടുക്കാം. നമുക്ക് ഇവർക്കൊരു തൊഴിൽ തേടിക്കൊടുക്കാം, ഈ കുട്ടികളെ സുരക്ഷിതമായിട്ട് ഏൽപ്പിക്കാം, ഇവർക്കൊരു ജീവിതം കൊടുക്കാൻ. ട്രെയിൽ പാളങ്ങളിലും വേറെ ഒരിടത്തും തല്ലി ചതയാതെ കുഞ്ഞുങ്ങളെ നമുക്ക് രക്ഷിക്കാം. കേരളത്തിലെ ഒരാൾ 10 രൂപ വെച്ചിട്ടാൽ ഈ ഒരു ഷെൽട്ടർ സെൻറ്ററിനെ നമുക്ക് തുടങ്ങാം. ഇതിൻ്റെ അമരക്കാരായി പതിവ്രതാരത്നങ്ങളും കുടുംബസ്ത്രീകളും വേണ്ട. ഇതുപോലെ ഡെസേർട്ടഡ് വുമൻസ് ഉണ്ട്, ഉപേക്ഷിക്കപ്പെട്ടവർ, അസുഖങ്ങളായി
സർവൈവേഴ്സ് ഉണ്ട്. ഈ സർവൈവേഴ്സിനെ അതിൻ്റെ ബോർഡ് മെമ്പേഴ്സ് ആക്കി കഴിഞ്ഞാൽ, അതിൻ്റെ അമരത്താക്കി കഴിഞ്ഞാൽ, അത് മഞ്ജു വാര്യരോടും ഭാവനയോടും പിന്നെ പാർവതിയോടും നമ്മുടെ അങ്ങനെ കുറേ പേരുണ്ടല്ലോ, അമരത്തിരിക്കുന്ന രേവതി, അവരോടുള്ളൊരു അഭ്യർത്ഥനയാണ്. ഇവർ അമരത്തിരുന്നിട്ട് അപ്പോൾ ഒരു സ്ത്രീ വന്ന 5 പേരുടെ എൻ്റെ സ്മാർത്ഥ വിചാരം എന്നാൽ അതിന് പറയാൻ പറ്റുമോ, എൻ്റെ പ്രശ്നങ്ങൾ പറയാൻ ചെല്ലുമ്പോൾ ഞാൻ പറഞ്ഞത് മൊത്തം ഫാമിലിയായിട്ട് ജീവിക്കുന്ന സ്ത്രീകളോടും പുരുഷന്മാരും അവർക്കെങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? അവർക്കെങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? നമ്മൾ ഒരു നേരം വിശന്നിരുന്നാലേ മനസ്സിലായിട്ടില്ല. എന്നെ ഏറ്റവും കൂടുതൽ ഉപദ്രവിച്ചിട്ടുള്ളത് അങ്ങനെയുള്ള മനുഷ്യരാണ്. കാരണം അവർക്ക് ഒരു സ്ത്രീ തനിച്ച് ജീവിക്കുന്നു എന്ന് പറയുമ്പോൾ അതിനോട് സഹതാപമല്ല ആരും തോന്നും. തൻ്റെടി, അഹങ്കാരി, അത് മാറ്റണം. തനിച്ചു ജീവിക്കാൻ വിധിക്കപ്പെട്ടു പോയവരാണ്. ആരും ഇഷ്ടപ്പെട്ടിട്ടല്ല, എന്തെല്ലാം ദുരിതങ്ങൾ. പിന്നെ എനിക്ക് എൻ്റെ അച്ഛമ്മയും അമ്മയും ഈ ദൈവവിശ്വാസം പാകി തന്നതുകൊണ്ട് മാത്രം അമലായി. എന്നെ ഒരാൾ പീഡിപ്പിച്ചിട്ടില്ല. റേപ്പ് നമ്മൾക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രം, അല്ലാതെ ലോകത്തിലെ സകല ദുരിതങ്ങളും ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. പക്ഷെ ഞാനൊന്നും പുറത്ത് കാണിക്കാറില്ല. എന്തിനാ കാണിച്ചിട്ട്? ഈ 4 വർഷം ഒരു 500 പേരോടെങ്കിലും ഞാൻ പോയി പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഇങ്ങനെ ക്യാൻസർ ഉണ്ട്, എവിടെയോ ഉണ്ട്, അപ്പോൾ ഈ കട ഒന്ന് വീട്ടണം. അത് നിങ്ങളെനിക്ക് കടമായി തന്നാൽ മതി, അല്ലെങ്കിൽ എനിക്കൊരു ജോലി തന്നാൽ മതി. തരുന്ന ജോലി കേട്ടോ, ഈ നട്ടല് വളഞ്ഞ ഈ ക്യാൻസറുള്ള ഇത്രയും ബുദ്ധിമുട്ടുള്ള ആൾക്ക് 24 hour ഡ്യൂട്ടി, എപ്പോൾ വിളിച്ചാലും പോകണം. എങ്ങനെ പോവും? അപ്പോൾ അതിൻ്റെ അർത്ഥം എന്തുവാ? പറ്റാത്ത ജോലികൾ എന്നെ ഏൽപ്പിക്കുക, അപമാനിക്കുക, ശമ്പളം കുറച്ച് തരിക, അങ്ങനെ ഓടിക്കാൻ പറ്റിയ പ്യൂണിൻ്റെയും സൂപ്പറിൻ്റെയും പണികൾ ചെയ്യിപ്പിക്കുക. അപ്പോൾ നമുക്കപ്പോൾ ഫീൽ ചെയ്യും നമ്മളെ ഓടിക്കാനാണ്. പലവട്ടം നമ്മൾ കംപ്ലൈൻറ്റ് ചെയ്തു, ദിസ് ടൈപ്പ് ഓഫ് ടോർച്ചറിങ് ഐ എം ഗെറ്റിംഗ് ഫ്രം ദിസ് പ്ലേസ്. പലവട്ടം നമ്മൾ പറഞ്ഞിട്ടും അതിനൊരു പരിഹാരം ഉണ്ടായില്ലെങ്കിൽ ദേ വോണ്ട് ടു കിക്ക് മീ ഔട്ട്. അത് മനസ്സിലാക്കി നമ്മൾ അവിടെ നിന്ന് പുറത്തു വരികയല്ലേ ചെയ്യേണ്ടത്. അവസ്ഥകൾ ആരുടെയും എപ്പോൾ വേണമെങ്കിലും മാറാം. അപ്പോൾ അത് ഇന്ന് ഞാനിരിക്കുന്ന അവസ്ഥയിലേക്ക് ഇന്നലെ എന്നെ പീഡിപ്പിച്ചവർ വരാം. ഏറ്റവും മാനസികമായി വിഷമം തോന്നിയിട്ടുള്ള കാര്യങ്ങളാണ്. കുറേ കൂട്ടം സ്ത്രീകൾ ചേർന്ന് വളരെ നന്നായിട്ട് എൻ്റെ ഒരു തൊഴിലില്ലാതാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. വലിയ വലിയ കുറ്റങ്ങളൊന്നും ഞാൻ ചെയ്തില്ല കേട്ടോ, വലിയ ഒരു കുറ്റങ്ങളും ചെയ്തിട്ടില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ചെറിയ ചെറിയ കുറ്റങ്ങളെന്ന് പറയാൻ പറ്റും, നിവർത്തികേടാണ്. നിങ്ങൾ ആ സാധനം മേടിക്കൂ, നിങ്ങൾ ഇതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യൂ. ഒരുപാട് പ്രാവശ്യം പറഞ്ഞു, എനിക്കത് മേടിക്കാനുള്ള ഗതിയില്ല. കറണ്ട് ബില്ല് അടയ്ക്കാൻ നിവർത്തിയില്ലാത്ത എന്നോട് 1500-2000 രൂപയുടെ പട്ടുസാരി മേടിക്കാൻ പറഞ്ഞാൽ എന്നെക്കൊണ്ട് പറ്റുമോ? അത് 2 വട്ടം 3 വട്ടം പറഞ്ഞു. വീണ്ടും നമ്മളെ കൊണ്ട് അതിനെ നിർബന്ധിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം എന്തോ? ദേ വോണ്ട് ടു കിക്ക് മീ ഔട്ട് ബൈ, അങ്ങനെ നമ്മളെ ഇൻസൾട്ട് ചെയ്ത് പുറത്താക്കുക. അപ്പം നമ്മളങ്ങ് ഇറങ്ങിപ്പോകുന്നതല്ലേ നല്ലത്. അവിടുന്ന് ഞാൻ ആത്മഹത്യ ചെയ്തെങ്കിൽ ആർക്ക് നഷ്ടം? നഷ്ടപ്പെടുത്താമായിരുന്നു. ആത്മഹത്യ ചെയ്തിട്ട് ഇവരുടെ പേരെഴുതി വെക്കണമായിരുന്നു. എനിക്കങ്ങനെ ആരെ നശിപ്പിക്കാൻ ഇഷ്ടമില്ല. എനിക്കൊരു കുഞ്ഞുണ്ട്, അവന് വേണ്ടിയിട്ടാണ് എൻ്റെ ജീവിതം. അവനിൽ നിന്നും ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. ഇതൊക്കെ നമ്മളെ ദൈവം ഏൽപ്പിച്ച കർമ്മങ്ങളാണ്, ചെയ്യുക പോവുക, അത്രേ ഉള്ളൂ. അപ്പോൾ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാവോ? കുറച്ച് കാണാവോ? എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നന്നായിരുന്നു. ഇനിയും വരാം, ഇനിയും കാണാം. ഇതിലൊന്നും ഞാൻ ആരെയും കുറ്റപ്പെടുത്താനൊന്നുമല്ല പറഞ്ഞത്. ആരെങ്കിലും ഇതിലെ ഒരു വാക്ക് കേട്ടിട്ട് ആത്മഹത്യ ചെയ്യാതിരുന്നാൽ എൻ്റെ ആവശ്യം അതാണ്. ഇതിൻ്റെ ഒരു വാക്യം കേട്ടിട്ട് ആത്മഹത്യ ചെയ്യാതിരുന്നാൽ ഐ എം എ സക്സസ്ഫുൾ പേഴ്സൺ. ചെയ്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ആത്മഹത്യയിൽ നിന്ന് ഈ ചാനൽ തുടങ്ങി ഒരു 5-6 പേരെയൊക്കെ എനിക്ക് രക്ഷിക്കാൻ സാധിച്ചിട്ടുണ്ട്. അതെൻ്റെ ഒരു വലിയ നേട്ടമായിട്ടാണ് ഞാൻ കാണുന്നത്. ഞാൻ ഈ പറഞ്ഞതൊന്നും ഞാൻ നിങ്ങളോട് ഇന്ന് എനിക്ക് മാസം കുറച്ച് പൈസ തന്ന് എന്നെ സഹായിക്കുന്ന ഒരു വ്യക്തിയുണ്ട്. അവർക്ക് വേണ്ടി കൂടെ പ്രാർത്ഥിക്കാം. അത്
മാസം 20,000 രൂപ പലിശ കൊടുക്കണം, ഇൻട്രസ്റ്റ് മാത്രമായിട്ട് കൊടുക്കണം. അതിൽ ഒരു പോർഷൻ എനിക്ക് തരുന്നുണ്ട്. അതിൽ നിന്നൊരു 500 രൂപ എടുത്ത് ഒരു ഡയാലിസിസ് പേഷ്യൻറ്റിന് ഇന്ന് ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നു. കാരണം ഒരു ഡയാലിസിസ് പേഷ്യൻ്റ് 3 പെൺകുട്ടികൾ ഭർത്താവും ഉപേക്ഷിച്ചു. അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കിക്കുക. മരണം കൺമുമ്പിൽ എപ്പോഴാണെന്ന് അറിയത്തില്ല. പെൺകുട്ടികളാകും. നിങ്ങളൊന്ന് ദയവുള്ളവരാകും. അങ്ങനെയുള്ളവരോട് ഞാൻ 500 രൂപ കൊടുത്തു എന്നെൻ്റെ മഹത്വം തെളിയിക്കാനല്ല. നമ്മൾ ഒരുപാട് പേര് കഷ്ടപ്പെടുന്നു, നമുക്ക് ഒരുപാട് പേര് അങ്ങനെ ബുദ്ധിമുട്ടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും നമ്മളങ്ങനെ ചെയ്യുവാണെങ്കിൽ നമ്മൾ BP യും കൊളസ്ട്രോളും നിങ്ങൾ ഈ ആശുപത്രിക്ക് കൊടുക്കുന്ന പൈസ ഇങ്ങനെയുള്ള സ്ത്രീകൾക്ക് കൊടുത്തു നോക്കൂ, ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നവർക്ക് കൊടുത്തു നോക്കൂ. നിങ്ങൾക്ക് ആശുപത്രിയിൽ പോകേണ്ടി വരില്ല, ഞാൻ ഉറപ്പ് തരുന്നു. 4 വർഷത്തേക്ക് മുമ്പ് എൻ്റെ ആക്സിലയിൽ ഒരു നോഡ് ഉണ്ടായിരുന്നതാണ്, യൂട്രസിലൊരു മുഴയുണ്ടായിരുന്നതാണ്, തൊണ്ടയിലെടുത്ത്. ഇതൊന്നും ഇപ്പോൾ കാണാനില്ല. ഉണ്ടോ ഇല്ലയോ എനിക്കറിയത്തില്ല. ഞാൻ ജീവിച്ചു പോവുക. പക്ഷെ ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് ഇതുപോലുള്ള നുറുങ്ങുകൾ ചെയ്യും. അപ്പോൾ ഞാൻ ചെയ്യുന്ന വലിയ ആളാണെന്ന് കാണിക്കാനുമല്ല പറയുന്നത്, ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ടെന്ന് കാണിക്കാനല്ല, അതുവഴി എനിക്ക് കിട്ടിയ നന്മകൾ നിങ്ങളെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ഇത്രയും എൻ്റെ വീട്ടുകാരും ഭർത്താവിൻ്റെ വീട്ടുകാരും നാട്ടുകാരും ചേർന്ന് എന്നെ ഒറ്റപ്പെടുത്തിയപ്പോഴും ഇപ്പോഴും എൻ്റെ മുഖത്തൊരു പ്രസാദമില്ലേ? ഞാൻ സുന്ദരിയല്ലേ? അത് ഈ ദാനധർമ്മങ്ങൾ ചെയ്യുന്നതുകൊണ്ടാണ്. അങ്ങനെയൊന്നും അല്ല കേട്ടോ. ഞാൻ എപ്പോഴും വിചാരിക്കുന്നത് ഞാൻ ഐശ്വര്യമാണ്. അപ്പോൾ എനിക്ക് വിഷമം വരത്തില്ല. നമുക്കാരുമില്ല, നമുക്ക് ആഘോഷങ്ങളില്ല, നമുക്ക് പൈസയില്ല, നമുക്ക് കടക്കാരുടെ ചീത്തവിളി മാത്രമേ ഉള്ളൂ, നമുക്ക് ഭർത്താവില്ല, ബന്ധുക്കളില്ല. ഞാൻ വേറെ കാര്യം പറയട്ടെ. 14 വർഷമായി ഞാൻ രാവിലെ ജോലിക്ക് പോകും, തിരിച്ചു വരും. 2-3 സുഹൃത്തുക്കളുണ്ട് എനിക്ക്, അത് മാത്രമേ ഉള്ളൂ. ഒരു നേരത്തെ ഭക്ഷണം ഞാൻ ഈ നെയ്യാറ്റിൻകര താമസിക്കുമ്പോൾ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് പുറത്തു പോയി ഭക്ഷണം കഴിക്കാൻ ആരുടെയെങ്കിലും കൂടെ പറ്റിയെങ്കിലെന്ന്. ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്, ആരെങ്കിലും എന്നെ ഒന്ന് പുറത്ത് കൊണ്ടുപോയി ഭക്ഷണം. അവിടെ അങ്ങനെയില്ല, ചെറിയ ചെറിയ ചായക്കടകളേ ഉള്ളൂ. അത് പോകുന്നത് എപ്പോഴാന്ന് വെച്ചാൽ ഈ കുട്ടിക്ക് ചിലപ്പോൾ എന്തെങ്കിലും പ്രോഗ്രാം ഉള്ളപ്പോൾ പുറത്ത് പോകുമ്പോൾ കൂടെ വരുന്ന ആൾ നമ്മളോട് മിണ്ടത്തൊന്നുമില്ല, അപ്പുറത്തെ ടേബിളിൽ നിന്ന് ഫുഡ് ഓർഡർ ചെയ്യും, കഴിക്കാം, അത് മാത്രമേ ഉള്ളൂ. പക്ഷേ ഞാനിപ്പോൾ ആഴ്ച 2-3 പ്രാവശ്യം പോയി പുറത്ത് ഫുഡ് കഴിക്കാറുണ്ട്. ജോലിക്ക് പോകുമ്പോൾ അവിടുന്ന് പൈസ കിട്ടും, കൂടെ വരുന്ന ആൾക്കും മേടിച്ചു കൊടുക്കാൻ എനിക്കും കഴിക്കാം. പുറത്തുനിന്ന് എനിക്ക് അങ്ങനെ ഭക്ഷണം കഴിക്കാൻ പറ്റുന്നുണ്ട്. പുറത്തുനിന്ന് എവിടെയെങ്കിലും പോകാൻ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. ലൈക്ക് നിങ്ങൾ ഫാമിലി ടൂർ പോകത്തില്ലേ? എന്നെ ഈ ഇടയ്ക്ക് ഫ്ലൈറ്റ് കയറ്റി എൻ്റെ ഒരു ക്ലയൻറ്റ് ബോംബെ വരെ കൊണ്ടുപോയി. കാര്യത്തിനാണ് പോയത്, ജോലി സംബന്ധമായിട്ടാണ്, എന്നാലും പോയില്ലേ. അങ്ങനെ നമ്മളിങ്ങനെ ചെറിയ ചെറിയ നന്മകൾ ചെയ്യുമ്പോൾ ദൈവം നമുക്ക് വലിയ 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 നേട്ടങ്ങൾ നമുക്ക് തരും. അതുകൊണ്ട് ഇങ്ങനെയുള്ള സ്ത്രീകളെ കണ്ടുപിടിച്ച് സഹായിക്കുക പ്ലീസ്. ഒരു റിക്വസ്റ്റാണ്. ഓക്കെ, ബൈ. ഇത് ഞാൻ വലിയ സംസാരിക്കാൻ അറിയാവുന്ന ആളോ പഠിച്ചിട്ടോ ഒന്നുമല്ല. ഞാൻ എന്നും രാവിലെ കുളിച്ച് ഭഗവാനെ പ്രാർത്ഥിച്ചിട്ട് ഒരു ഷെൽഫിൽ നിന്ന് എനിക്കൊരു ചെറിയ ഷെൽഫുണ്ട്, കുറച്ച് ബുക്കുണ്ട്, അതിനൊരു ബുക്ക് എടുക്കും. ഞാൻ അതിന് മുമ്പ് പ്രാർത്ഥിക്കും എനിക്ക് ഇന്നൊരു മെസ്സേജ് നല്ലത് കൊടുക്കാൻ പറ്റണമെന്ന്. അപ്പോൾ കിട്ടുന്ന മെസ്സേജാണ് ഞാൻ നിങ്ങളിലേക്ക് പാസ് ചെയ്യുന്നത്. ഓക്കെ, ബൈ.